കാര്യങ്ങളിലൂടെ നമ്മളെ നമ്മുടെ ശക്തിയെ ചോദ്യം ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ശക്തി എന്താണോ അതിന്റെ കടയ്ക്ക് വെട്ടുന്ന രീതിയിലുള്ള കുറച്ച് പ്രചരണങ്ങളും കാര്യങ്ങളും വന്നപ്പോ ഇന്നലെ അദ്ദേഹം അത് കൃത്യമായിട്ട് നമ്മുടെ മുന്നിൽ തെളിയിച്ചു. ഗവൺമെന്റിന്റെ സൈറ്റ് എടുത്ത് അതിനകത്ത് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരുപക്ഷെ നമ്മൾ 15 പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ 17 പ്രോഡക്റ്റിന്റെ തന്നെ ലൈസൻസ് അദ്ദേഹം വാങ്ങിച്ചിട്ടുണ്ട്. എന്താണോ ഭാവിയിൽ വരാൻ പോകുന്നത് അതിന് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ അതിനെല്ലാം വേണ്ട ലൈസൻസും അംഗീകാരവും നേടിയെടുത്ത ഒരു കമ്പനിയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്നലെ വന്ന എല്ലാവർക്കും തന്നെ സ്റ്റാർ ആൻഡ് അബോവ്, അത് മാത്രമല്ല ഇത്തരം ഒരു പ്രോഗ്രാമുകളിൽ അങ്ങനെ കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ കാര്യങ്ങൾ കൊണ്ടുപോകുമ്പോൾ അത് അച്ചീവ് ചെയ്തിട്ട് പോകുന്നത്, ഇന്നലെ അവിടെ വന്നിരുന്നവരെല്ലാവരും അച്ചീവേഴ്സ് ആയിരുന്നു. ഇനിയും ഒട്ടേറെ അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ ഉള്ള ചാർജ് ഇന്നലെ നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ അർഷാദ് സാറിന്റെ പ്രോഗ്രാം ആണെങ്കിലും അതിനുശേഷം ഷബീബ് സാറും മറ്റ് ലീഡേഴ്സ് എല്ലാവരും ഒരുപാട് എനർജി നമുക്ക് തരികയുണ്ടായി. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നലത്തെ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ കഴിയാത്തവർക്ക് ഒരു നഷ്ടമായിട്ടുണ്ട്. ഇനിയും ഈ 7-ാം തീയതി അടുത്ത പ്രോഗ്രാം വരുന്നുണ്ട്. തുടർന്നുള്ള മാസങ്ങളിലും കൂടുതൽ പ്രോഗ്രാമുകൾ വരുന്നുണ്ട്. അത് മാത്രമല്ല അർഷാദ് സാർ ഇനി സൂമില് ലീഡേഴ്സിന്റെ മീറ്റിംഗ് വയ്ക്കാൻ പോകുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കൃത്യമായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ എല്ലാം നമുക്ക് ഓരോരുത്തർക്കും വിജയിക്കാൻ സാധിക്കുമെന്നല്ല ആരും സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോ തീർച്ചയായിട്ടും ഇന്നലത്തെ ഒരു പ്രോഗ്രാം അതിന് നമുക്ക് വേണ്ടി വന്ന് അതിനുവേണ്ടി ചെയ്തെന്ന അർഷാദ് സാറിനും മറ്റ് അത് സംഘടിപ്പിച്ച ബാക്കി എല്ലാവർക്കും ഉള്ള നന്ദി അറിയിക്കുകയാണ്. ഓക്കെ സാർ, താങ്ക് യു. Thank you very much. Yes. Then hand raise ചെയ്തിട്ട് റഷീദ് സാർ പ്ലീസ്. ഓക്കെ, നമസ്കാരം പ്രിയമുള്ളവരെ, നമസ്കാരം. ശരിക്കും പറയുകയാണെങ്കിൽ ഇന്നലെയാണ് ശരിക്കും നമ്മളെ ടേക്ക് ഓഫ് സ്റ്റാർട്ട് ചെയ്തത് നമ്മളെ ബിസിനസിന്റെ. അതായത് നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളതിന്റെ വലുപ്പം ശരിക്കും ഇന്നലെയാണ് നമുക്ക് മനസ്സിലായത്. അതായത് നമ്മൾ ആരുടെ കൂടെയാണ് എന്നുള്ളത്. ഇപ്പൊ സലാം സാറ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കപ്പൽ കാടി വിലയുകയിൽ നല്ല കപ്പിത്താനാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ, അതായത് നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്, നമ്മളെ പ്രൊഡക്റ്റിന്റെ ശക്തി എന്താണ്, നമ്മുടെ കമ്പനിയുടെ ശക്തി എന്താണ്, ആരൊക്കെ എന്തൊക്കെ ചെയ്താലും നമ്മള് എവിടെ നമ്മുടെ തുലാസ് മുന്നിൽ തന്നെ ആയിരിക്കും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു ഇന്നത്തെ പ്രോഗ്രാം. നമ്മൾ വേഗം, അതായത് നമ്മുടെ ഇതുപോലത്തെ പ്രോഗ്രാംസുകളാണ് നമ്മുടെ എല്ലാവരുടെയും ടേണിംഗ് പോയിന്റ് ആയിട്ട് തീരുന്നത്. നമ്മൾ തീരുമാനം എടുക്കുന്നത്. നമ്മൾ ഫസ്റ്റ് ലെവൽ അച്ചീവ്മെന്റ് ആയിട്ടുള്ള ഇന്നലെ സ്റ്റാർ ആൻഡ് അബവ് നമ്മുടെ ഫസ്റ്റ് ലെവൽ അച്ചീവ്മെന്റിന്റെ പ്രോഗ്രാം ആയിരുന്നു അവിടെ വന്നിരുന്നത്. അപ്പൊ നമുക്കെന്താ വെച്ചാല് നമ്മുടെ ഏത് ബിസിനസ് ആണെന്നുണ്ടെങ്കിലും അതിന്റെ തീരുമാനം എടുക്കുന്ന ഏതെങ്കിലും ഒരു പ്രോഗ്രാം എന്നായിരിക്കും. അതിന് പറ്റിയൊരു പ്രോഗ്രാം ആയിരുന്നു ഇന്നലെ. നമ്മൾ എവിടേക്ക് നമ്മുടെ പ്രൊഡക്റ്റിന്റെ റേഞ്ച് എവിടെയാണ് നിൽക്കുന്നത്, നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്, നമ്മുടെ ഓണർ, നമ്മുടെ കമ്പനിയുടെ ഓണർ ഏതാണ് റേഞ്ച് എന്നുള്ളതും നമുക്ക് ഇന്നലെ മനസ്സിലായി. നമ്മുടെ നേരെ ഒരാളുകൾക്കും വിരൽ ചൂണ്ടാൻ കഴിയാത്ത രീതിയിൽ നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ഒരാൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇനി എന്ത് എന്നുള്ളത്. ആ ചോദ്യത്തിലുള്ള മറുപടി ആയിരുന്നു ഇന്നലെ ഷബീബ് സാർ നമുക്ക് തന്നിട്ടുള്ള NDM എന്നുള്ള പ്രോഗ്രാം. നമ്മൾ ഒരാളോട് എങ്ങനെ പറയണം, നമുക്ക് എത്ര പെട്ടെന്ന് അച്ചീവ്മെന്റ് ഉണ്ടാക്കാം, അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡക്റ്റിന്റെ റിസൾട്ട് എന്താണ്, ഇനി നമുക്ക് ഒരു വർഷം കൊണ്ട് നമുക്ക് എവിടെ എത്താം എന്നുള്ളതിനെ കുറിച്ച് കറക്റ്റ് ആയിട്ടുള്ള ഒരു വിഷൻ നമുക്ക് തന്നു. നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്ന സ്ഥലം ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണ്. നമ്മളെ കൂടെയുള്ളവരെ സംരക്ഷിക്കാനും അവരെ നമുക്ക് വളർത്താനും പറ്റിയ ഏറ്റവും വലിയൊരു സ്ഥലമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് ഏറ്റവും എല്ലാവർക്കും നല്ലത് വരട്ടെ. ഇനി അടുത്ത പ്രോഗ്രാമില്, അടുത്ത 9-ാം തീയതി നടക്കുന്ന പ്രോഗ്രാമിലേക്ക് നമ്മൾ മാക്സിമം ആളുകളെ നമ്മൾ പമ്പ് ചെയ്തിട്ട് നമ്മുടെ ശക്തിയോടെ നമുക്ക് കാണിക്കാം. നമ്മുടെ ഏതൊരാൾക്കും തീരുമാനം എടുക്കണമെങ്കിൽ പ്രോഗ്രാംസുകളാണ്. അപ്പൊ അടുത്ത പ്രോഗ്രാമിലേക്ക് നമ്മൾ മാക്സിമം ആളുകളെ നമ്മൾ കൊണ്ടുവന്ന് നമ്മുടെ ശക്തി നമുക്ക് കാണിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ നമുക്ക് തീരുമാനം എടുക്കാൻ കഴിയണം. അതുപോലെ തന്നെ നെക്സ്റ്റ് ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് നമ്മൾ അച്ചീവർ ആയിട്ട് നമുക്ക് എല്ലാവർക്കും എത്താൻ കഴിയട്ടെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. യെസ്, ടേക്ക് ഓഫ് ഇന്നലെ കഴിഞ്ഞു തന്നെ പറഞ്ഞു. ഗ്രേറ്റ്. Then Valsarajan sir, please. Good morning, sir. Yes, good morning. Good morning. എല്ലാവർക്കും നമസ്കാരം.
ഇവിടെ പറഞ്ഞതുപോലെ ഇന്നലെ നല്ലൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു നമ്മുടെ അർഷാദ് സാറിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കിട്ടിയത്. എന്തായാലും സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മുടെ ഗവൺമെന്റ് സൈറ്റിൽ പോയിട്ട് നമുക്ക് ലൈവായിട്ട് കാണിച്ചു തന്നു നമ്മുടെ പ്രൊഡക്റ്റും കാര്യങ്ങളും ഒക്കെ. അപ്പൊ തന്നെ നമുക്ക് തീർച്ചയായിട്ടും അനുമാനിക്കാം എത്രത്തോളം ലീഗാലിറ്റിയോട് കൂടിയിട്ടാണ് നമ്മുടെ കമ്പനി മുന്നോട്ട് പോകുന്നത്. ഏത് ദുഷ്ടശക്തി നമുക്കെതിരെ പ്രവർത്തിച്ചാലും നമുക്ക് ഒരു ചുക്കും സംഭവിക്കില്ല എന്ന് പ്രൂവ് ചെയ്ത് ഇന്നലെ കാണിച്ചു തന്നു. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് നമുക്ക് മുന്നോട്ട് പോവാം, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്തായാലും നല്ല പ്രൊഡക്റ്റ് ആണ്. ബാക്കിയുള്ള കാര്യങ്ങൾ എല്ലാവരും അച്ചീവ്മെന്റ് എത്രയും പെട്ടെന്ന് നേടുക. 7-ാം തീയതിയത്തെ പ്രോഗ്രാമിൽ എല്ലാവരും പങ്കെടുക്കുക. ഇതേപോലുള്ള പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ കൂടുതൽ എനർജി കിട്ടുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ നല്ലൊരു എനർജി അവിടെ നിന്ന് കിട്ടിയിരുന്നു. കാരണം പല ആൾക്കാർക്കും പല സിറ്റുവേഷനിലാണ്, ചിലപ്പം മൂഡ് ചിലപ്പോൾ പോകും, മൂഡ് വരും. പക്ഷെ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളിൽ കുറച്ചുകൂടി എനർജി ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. എന്തായാലും എല്ലാവർക്കും ഒരുപാട് വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു. ഇതുപോലുള്ള പ്രോഗ്രാമുകൾ ഇനിയും ഉണ്ടാവട്ടെ, വെക്കട്ടെ എന്ന് ഷബീബ് സാറിനോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. എന്തായാലും എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക് യു വെരി മച്ച്. Thank you, sir. Thank you very much. Yes. Next video. The hand raise. Yes. Deep sir is there. Please welcome, sir. Deep sir. Deepu Wealthway. Sir, unmute ചെയ്യാം. ഷബീബ് ജി, ഗുഡ് മോർണിംഗ്. ഞാൻ വീഡിയോ Yes. ഓൺ ആക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ്. Okay. അതുകൊണ്ടാണ് ഒന്ന്, അതായത് ഓക്കെ, നോ ഇഷ്യൂസ്. സോ ഗുഡ് മോർണിംഗ് എവരിബഡി. ഇന്നലെ വല്ലാത്തൊരു, എന്താ പറയാ, ഒരു മൈൻഡ് ബ്ലോയിങ് സെഷൻ തന്നെയായിരുന്നു. ഏതർത്ഥത്തിൽ ചിന്തിച്ചാലും അത് അങ്ങനെ തന്നെയാണ്, ആസ് യൂഷ്വൽ എന്ന് വേണമെങ്കിൽ പറയാം. സോ ഓരോ ഫംഗ്ഷൻ കഴിയുമ്പോഴും നമ്മളുടെ കോൺഫിഡൻസ് ലെവല് ഡബിൾ ചെയ്യുന്ന ലെവലിലാണ് നമ്മളുടെ ഓരോ പ്രോഗ്രാമും കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ ഇത് കണ്ടിന്യൂ ചെയ്യണം. മാത്രമല്ല എവറി മന്ത് ബേസിസിൽ നമുക്ക് പിന്നെ അച്ചീവ് ചെയ്യുന്ന വിധത്തിൽ തന്നെ ആളുകളെ നമുക്ക് ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ഇത്ര ഒരു പ്രോഗ്രാം നമുക്ക് സംഘടിപ്പിക്കാവുന്നതാണ്. ഇറ്റ്സ് വണ്ടർഫുൾ. സോ ഇതാണ് ഒരു, എന്താ പറയാ, ആമുഖമായിട്ട് പറയാനുള്ളത്. പിന്നെ ഡെപ്തിൽ നമ്മളിപ്പോ പറയുന്നത് ശരിയല്ലല്ലോ. സോ ഇനി ഹാവ് നെക്സ്റ്റ് ആളുകള് അതിൽ നിങ്ങൾ പങ്കെടുക്കുക ആൻഡ് എക്സ്പീരിയൻസ് യുവർ സെൽഫ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു. Thank you very much. Then Shibu sir, yes. Please welcome. Hello. Hello, sir. കേൾക്കാം. Good evening, all leaders. അപ്പോൾ ഇന്നലത്തെ പ്രോഗ്രാം നമുക്ക് ഏറ്റവും, എന്താ പറയാ, കാരണം നമ്മൾ കഴിഞ്ഞ പ്രസ്ഥാനത്തില് അനുഭവിച്ച പ്രശ്നങ്ങൾ വരുമോ എന്നുള്ള രീതിയിലുള്ള ഒരു ഇതുണ്ടായിരുന്നു. കാരണം സോഷ്യൽ മീഡിയയിൽ വളരെ രീതിയിൽ നമുക്കെതിരെ ഒരു അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു. ഒരു ഭയം ചെറുതായിട്ട് നമ്മളെ എന്റെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ ആ പ്രോഗ്രാമാണ് എന്നെ എന്ത് ചെയ്തിട്ടുള്ളത്, മുന്നോട്ട് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് പോകാനുള്ള ഒരു ധൈര്യം കിട്ടിയിട്ടുള്ളത്. എന്താന്ന് വെച്ചാൽ അർഷാദ് സാറ് നമുക്ക് നമ്മളെ ഗവൺമെന്റ് സൈറ്റില് നമ്മുടെ പ്രൊഡക്റ്റിന്റെ കാര്യങ്ങളും എല്ലാതും കാണിച്ചു തന്നു. അപ്പോ എനിക്ക് പറയാനുള്ള, എല്ലാവരും ഇനിയത്തെ പ്രോഗ്രാമിൽ അച്ചീവ് ചെയ്തുകൊണ്ട് അർഷാദ് സാറുടെ ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യണം. അതിലൂടെ വലിയൊരു കോൺഫിഡൻസ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. അതുപോലെ തന്നെ ഇനി വരുന്ന 7-ാം തീയതിയത്തെ പ്രോഗ്രാമിൽ മാക്സിമം ടീമിനെ നമ്മൾ പങ്കെടുപ്പിക്കുക. അതിലൂടെ വലിയ വിജയങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. ഓക്കെ, Thank you very much. Then Ramesh Chetan, please. എല്ലാവർക്കും നമസ്കാരം. ഞാന് ആൻഡ്രേസി ആയിരുന്നതിന്റെ അടുത്ത് കുട്ടി കിടക്കേണ്ടതാണ് ഉണ്ടായിരുന്നത്. പിന്നെ എന്തായാലും ഇന്നലത്തെ പ്രോഗ്രാം വളരെയധികം പ്രയോജനപ്പെട്ടിട്ടുണ്ട്. നേരത്തെ ഇപ്പൊ ഷിബു സാറ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരു ഭയം ഉണ്ടായിരുന്നു.
എന്തായിരുന്നു നമ്മുടെ ഈ ചുടുവെള്ളത്തിൽ ചാടിയ പൂച്ചകളായതുകൊണ്ട് ഇനിയും വല്ലതും സംഭവിക്കുമോ എന്നുള്ള പേടി നമുക്കുണ്ടായിരുന്നു. അതെല്ലാം ഇന്നലെ മാറിയിട്ടുണ്ട്. നമുക്ക് ധൈര്യമായിട്ട് ആരുടെ മുമ്പിലും പോയിട്ട് ഇത് പ്രസന്റ് ചെയ്യാനും ഇത് പറഞ്ഞു കൊടുക്കാനും നമുക്ക് പറ്റുന്ന ഒരു സാഹചര്യം നമുക്കുണ്ട്. അതുപോലെ തന്നെ മുഴുവൻ സംഘടനകളെയും നമുക്ക് വേണ്ടി നമ്മുടെ MD തന്നെ അതിന് വേണ്ടുന്ന സൗകര്യങ്ങൾ ഒരുക്കി തന്നുകൊണ്ട് നമ്മുടെ പുറകെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തും നമ്മളെ മുമ്പിൽ നിന്ന് നയിക്കാനും കഴിയുന്ന ഒരു MD നമ്മളെ കൂടെ ഉണ്ടാകുമ്പോൾ നമുക്ക് യാതൊരു ഭയവുമില്ലാതെ മുന്നോട്ട് പോകാം. ഇനിയും വരുന്ന മുഴുവൻ അച്ചീവ്മെന്റുകളും നേടാൻ എല്ലാവർക്കും കഴിയട്ടെ. വരുന്ന 7-ാം തീയതിത്തെ പ്രോഗ്രാമിലേക്കും പരമാവധി ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്നും എല്ലാവർക്കും നല്ല വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സാർ, താങ്ക് യു. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്താൽ നന്നായി. അത് കഴിഞ്ഞ് നമുക്ക് പ്രൊഡക്റ്റ് സെഗ്മെന്റിലേക്കും നമുക്ക് എങ്ങനെ രജിസ്ട്രേഷൻ, അതായത് സോറി, നമ്മുടെ ന്യൂട്രാസ്യൂട്ടിക്കൽ ലൈസൻസ്ഡ് പ്രോഡക്ട്സ് എങ്ങനെ കാണാം എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാം. കാരണം ഇന്നലെ വരാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതൊരു എക്സ്പീരിയൻസ് ആവും, നമുക്ക് മറ്റുള്ളവരിലേക്ക് കാണിച്ചു കൊടുക്കാൻ. അങ്ങനെ ന്യൂട്രാസ്യൂട്ടിക്കൽ ഗവൺമെന്റിന്റെ സൈറ്റിലൊക്കെ ഉണ്ടോ? ഓക്കെ, അതൊക്കെ ഒരു ചോദ്യമാണല്ലോ. ഇത് നമ്മൾ അനുഭവിക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ ഒരു കോൺഫിഡൻസ് ലെവൽ കൂടുന്നത്. ജസ്റ്റ് ഞാനൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാണ്. ഓക്കെ, രമേശ് ചേട്ടാ സ്ക്രീൻ ഓക്കെ അല്ലേ? ആരെങ്കിലും സ്ക്രീൻ ഓക്കെ ആണെങ്കിൽ ഓക്കെ എന്ന് ഒന്ന് പറയണേ. ഓക്കെയാണ് സാർ, ഓക്കെയാണ്. ഇത് നമ്മുടെ വെബ്സൈറ്റില്, നമുക്ക് വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ സർട്ടിഫിക്കേഷൻസ് നമ്മുടെ കയ്യിലുള്ള ബ്രോഷേഴ്സിലൊക്കെ എന്തുണ്ട്, ഈ ഒരു സർട്ടിഫിക്കേഷൻസ് ഉണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് അവിടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, ഓക്കെ, സാധാരണ ഒരു ബ്രോഷർ എന്റെ കയ്യിൽ നിൽക്കുന്ന ബ്രോഷറാണ്. ഓക്കെ, ഈ ബ്രോഷറിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഞാനിവിടെ സൂം ചെയ്യാം. നമ്മുടെ ന്യൂട്രാസ്യൂട്ടിക്കൽ ലൈസൻസ്ഡ് പ്രോഡക്റ്റുകൾക്കുള്ള ലൈസൻസ് ആണ്. അപ്പൊ ഈ ഒരു സ്കാനർ ജസ്റ്റ് സ്കാൻ ചെയ്താൽ മതി, നേരിട്ട് ഗവൺമെന്റിന്റെ സൈറ്റിലേക്ക് പോകും. നേരിട്ട് ഗവൺമെന്റിന്റെ സൈറ്റിലേക്ക് പോയി ഈ സർട്ടിഫിക്കേഷൻ കാണാൻ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഇത് സ്കാൻ ചെയ്താൽ മതി. ഏതെങ്കിലും ഒരു വ്യക്തി ഇങ്ങനെ എന്തെങ്കിലും ഒരു ഡൗട്ട് ചോദിച്ചാൽ, ഏതെങ്കിലും ഒരു വ്യക്തി യൂട്യൂബില് ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടിട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു ഡൗട്ട് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട അത്രേ ഉള്ളൂ. ഓക്കെ, ദെൻ ഇവിടെ ഒരു ലിങ്ക് ഉണ്ട്. ഈ ലിങ്ക് ഓപ്പൺ ലിങ്ക്, ഈ ലിങ്കിൽ ഡയറക്റ്റ് ആയിട്ട് കയറിയാലും സെയിം തന്നെയാണ്. ആ QR സ്കാനർ കയറി കഴിഞ്ഞാൽ കിട്ടുന്നത് തന്നെയാണ്. ഓക്കെ, ഇത് ഗവൺമെന്റിന്റെ വെബ്സൈറ്റ് ആണ്. നിങ്ങൾക്ക് താഴെ നോക്കിയാൽ കാണാൻ പറ്റും FOSCOS.FSSAI.gov.in. ഓക്കെ, ഗവൺമെന്റിന്റെ സൈറ്റ് ഡ്യൂപ്ലിക്കേറ്റ് അടിക്കാൻ പറ്റൂല. ഓക്കെ, ഇത് പ്രത്യേകം നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ്. കാരണം ഇത് ഗവൺമെന്റിന്റെ വെബ്സൈറ്റ് ആണ്. ഈ വെബ്സൈറ്റില് നമ്മുടെ FSS ലൈസൻസ് നമ്പർ ആണിത്. ആയുർ ശ്രീ പത്മ ഡയറ്ററി സപ്ലിമെന്റ്, നമ്മുടെ കമ്പനിയുടെ ഓർഗനൈസേഷന്റെ പേര്. ഓക്കെ, ഇതൊക്കെ നമുക്ക് നമ്മുടെ ബ്രോഷേഴ്സിലും വെബ്സൈറ്റിലൊക്കെ അവൈലബിൾ ആണ്. മാനുഫാക്ചർ ഓഫ് ഫുഡ് ആൻഡ് ഹെൽത്ത് ന്യൂട്രാസ്യൂട്ടിക്കൽ എക്സെട്ര. ദെൻ ഡീറ്റെയിൽസ് ഓഫ് പ്രോഡക്ട്സ്. ഓക്കെ, ഡേറ്റ് ഓഫ് ഇഷ്യൂ ഇവിടെ കൊടുത്തിട്ടുണ്ട്, 2024 6-ാം മാസം. ഓക്കെ, അപ്പൊ ഇത് പുതിയതാണ് എന്നതിന് തെളിയിക്കാൻ ഗവൺമെന്റിന്റെ സൈറ്റ് പറഞ്ഞതാണ്, നമ്മൾ പറഞ്ഞതല്ല. പ്രോഡക്ട്സ് ഇതാ നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, പ്രോഡക്ട്സില് നമുക്ക് LD മിക്സ് ഇൻ പൗഡർ ഫോമാറ്റ്. ഓക്കെ, അതിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ അടങ്ങിയിട്ടുണ്ട്. ഇൻഗ്രീഡിയൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഓരോ പ്രോഡക്ട്സിന്റെയും ഇൻഗ്രീഡിയൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ 1, 2 ആയുർ മാസ്റ്റർ ടീ എന്ന് പറയുന്ന പ്രോഡക്റ്റ് നമ്മുടെ ന്യൂട്രാസ്യൂട്ടിക്കൽ ലൈസൻസ്ഡ് പ്രോഡക്റ്റ് ആണ്, ഗവൺമെന്റിന്റെ സൈറ്റിലുണ്ട്. ഇനി 3 ആയുർ ടോൺ, 4 അവിടെ ആയുർ മൗത്, 5 ആയുർ ബ്രഹ്മി വിറ്റ. നിങ്ങൾക്കിവിടെ കാണാനുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ബ്രഹ്മി വിറ്റ സെൻട്രലായിട്ട് നമുക്ക് നോക്കിയാൽ കാണാം. ബ്രഹ്മി വിറ്റ ഇൻ പൗഡർ ഫോമാറ്റ്. ഓക്കെ, അതിന്റെ ഇൻഗ്രീഡിയൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഹൈമോ പ്ലസ്, സൗണ്ടഡ് ഫ്ലോ,
കെമിക്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കണ്ടിട്ടില്ലല്ലോ. ഈ കെമിക്സ് പറഞ്ഞ പൗഡർ, TG മിക്സ്, റിവിറ്റലൈസർ, ഇങ്ങനെ എവറി പ്രോഡക്ട്സ് 14, 15, 16, 17 പ്രോഡക്ട്സിനുള്ള ലൈസൻസ് ഗവൺമെന്റിന്റെ സൈറ്റില്, വേറെ എവിടെയല്ല, ഗവൺമെന്റിന്റെ സൈറ്റില് നമുക്ക് കാണാൻ പറ്റും. ഇതിൽ പരമൊന്നും നമുക്ക് തെളിവ് കാണിച്ചു കൊടുക്കാനില്ലല്ലോ. ഓക്കെ, സ്ക്രീൻ ഷെയർ ഒന്ന് ഓഫ് ആക്കുന്നുണ്ട്. അവനവന്റെ ഗ്രൂപ്പില് ഇനിയിപ്പോ കിട്ടാത്ത ആളുകള് ടെൻഷൻ അടിക്കണ്ട. വെബ്സൈറ്റിൽ കയറുക. വെബ്സൈറ്റിൽ കയറിയിട്ട് നേരെ നമ്മുടെ പ്രൊഡക്ട്സിൽ ന്യൂട്രാസ്യൂട്ടിക്കൽ നമ്മുടെ ലൈസൻസുകളിൽ ന്യൂട്രാസ്യൂട്ടിക്കൽ ലൈസൻസുള്ള ആ ഒരു QR സ്കാനർ ഒന്ന് സ്കാൻ ചെയ്യുക. സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നേരിട്ട് ഇതിലേക്ക് വരും. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ സംഭവം. ആളുകൾ എന്തും പറഞ്ഞോട്ടെ, കാരണം വിവരമില്ലായ്മ ഒരു തെറ്റൊന്നല്ല. പക്ഷെ നെഗറ്റീവ് പരത്തുമ്പോ അത് നമുക്കത് പോസിറ്റീവ് ആക്കാനുള്ള ആ ഒരു ടൂൾ നമ്മുടെ കയ്യിൽ ഉണ്ടായാൽ മതി, വേറെ ഒന്നുമില്ല ഇവിടെ. ഓക്കെ, നമുക്ക് പ്രൊഡക്റ്റ് സെഗ്മെന്റിലേക്ക് കിടക്കും മുമ്പ് നമുക്ക് യൂണിയൻ രജിസ്ട്രേഷനും വേണ്ടിയിട്ട് നമുക്ക് എവർ റോളിംഗ് ട്രോഫി നമുക്കറിയാം. പോയിന്റ് വൈസിൽ പല ടീമും, ആദ്യത്തെ 5 ടീമിന് ഞാനിപ്പോ പറയാം, പല ടീമുകളും മുന്നിട്ട് നിൽക്കുകയാണ്. അപ്പൊ ആ സമയത്ത് ഇന്നലെ നമ്മുടെ ഫൗണ്ടർ അവിടെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു, യൂണിയൻ രജിസ്ട്രേഷൻ, ഓരോ രജിസ്ട്രേഷനും നമ്മുടെ ഈ ഒരു 31-ാം തീയതിക്ക് മുമ്പായി എത്ര രജിസ്ട്രേഷൻ ആണോ എവർ റോളിംഗ് ട്രോഫി അച്ചീവേഴ്സ് ആയിട്ടുള്ള ഓരോ ക്യാപ്റ്റൻസും അവരവരുടെ ടീമിൽ രജിസ്ട്രേഷൻ എടുക്കുന്നു. ആ രജിസ്ട്രേഷൻ ഓരോന്നിനും 10 പോയിന്റ് വീതം എക്സ്ട്രാ അതിലൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ മാക്സിമം യൂണിയൻ രജിസ്ട്രേഷൻ നമുക്ക് ഈ 31-ാം തീയതിക്ക് മുമ്പ് പ്ലസ് 7-ാം തീയതി പ്രോഗ്രാമിന് എല്ലാവരും ഫോട്ടോയുമായിട്ട് തന്നെ വരിക. കാരണം ഇന്നലെ ഒരുപാട് ലീഡേഴ്സ് ഫോട്ടോയുമായി വന്ന് യൂണിയൻ രജിസ്ട്രേഷൻ എടുത്തു. നമുക്ക് ഇഷ്ടമുള്ള ഒരുപാട് പാർട്ടി ഉണ്ട്, ഇഷ്ടമുള്ള പാർട്ടിയിൽ നമുക്ക് എന്ത് ചെയ്യാം, രജിസ്ട്രേഷൻ എടുക്കാം എന്നുകൂടി ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ്. കാരണം നമ്മുടെ തൊഴിലാണിത്, നമ്മുടെ ഓൺട്രപ്രണർഷിപ്പ് ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിനുള്ള വാല്യൂ നമ്മൾ കൊടുക്കാം. ഓക്കെ, അപ്പൊ എല്ലാവരും സ്വയം തൊഴില് അല്ലെങ്കിൽ യൂണിയൻ രജിസ്ട്രേഷൻ എടുത്തിട്ട് നമുക്ക് ഈ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകാം. നമുക്കൊരു സെക്യൂരിറ്റി ആണത്, ലീഗൽ സെക്യൂരിറ്റി ആണ് യൂണിയൻ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കെതിരെ, നമ്മുടെ തൊഴിലിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും കളിച്ചാൽ നമുക്ക് ഒരുമിച്ച് ഈ ഒരു രജിസ്ട്രേഷൻ പൊക്കി പിടിച്ചുകൊണ്ട് പറയാൻ പറ്റും, ഞങ്ങളെ തൊഴിലിൽ തൊട്ട് കളിക്കരുത് എന്ന് ഗ്യാരണ്ടി ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ, ദെൻ എനിക്ക് പറയാനുള്ളത് നമ്മുടെ റാങ്ക് ലിസ്റ്റ് ഒന്ന് നോക്കാം. റാങ്ക് ലിസ്റ്റില് ആദ്യത്തെ 5 ടീമിന്റെ ഞാൻ പറഞ്ഞുള്ളൂ, 11 ടീമുണ്ട്. ആദ്യത്തെ 5 ടീമിൽ അഞ്ചാമത് നിൽക്കുന്ന ടീമിന്റെ ടോട്ടൽ പോയിന്റ് എന്ന് പറയുന്നത് 465 ആണ്. ഓക്കെ, അത് ഏതാണ് ടീം എന്നുള്ളത് 1 സെക്കൻഡ്. ആ ടീം ഡ്രീം വിന്നേഴ്സ് ആണ്. ഡ്രീം വിന്നേഴ്സിന്റെ ലീഡേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് ഏകദേശം നമുക്ക് ഫൈറ്റ് ചെയ്യാം എന്നുള്ള കണ്ടീഷനാണ് ഡ്രീം വിന്നേഴ്സ്. ദെൻ നാലാമത് നിൽക്കുന്ന ടീം 601 പോയിന്റ് ആണ്, 601 പോയിന്റുമായിട്ട് RD ഇന്റർനാഷണൽ. ദെൻ മൂന്നാമത് നിൽക്കുന്ന ടീം 639, 639 പോയിന്റുമായിട്ട് വെൽത്ത് വേ ഇന്റർനാഷണൽ. ദെൻ രണ്ടാമത് നിൽക്കുന്ന ടീം എംപറർ 797 പോയിന്റ് ആണ്. ഒന്നാമത് നിൽക്കുന്ന ടീമിന്റെ പോയിന്റ് നില 1037. ദാറ്റ് ടീം, ആ ടീം ആരാണെന്ന് ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? ആ ടീം ആരാണെന്ന് ആർക്കെങ്കിലും ടൈപ്പ് ചെയ്ത് ഗസ് ചെയ്യാൻ പറ്റുമോ? അതെന്തായാലും ഡ്രീം വിന്നേഴ്സ് അല്ല, അതെന്തായാലും RD ഇന്റർനാഷണൽ അല്ല, അതെന്തായാലും വെൽത്ത് വേ അല്ല, അതെന്തായാലും ടീം എംപറർ അല്ല. യെസ്, മിറാക്കിൾ ഇന്റർനാഷണൽ. ഏറ്റവും കൂടുതൽ NDM-ൽ രാവിലെ പാർട്ടിസിപ്പൻസ് ഡെയിലി, ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ ആണ് MI-യും അല്ലെങ്കിൽ നമ്മുടെ ബില്യണേഴ്സും തമ്മിൽ. ഓക്കെ, ഓരോ ദിവസവും അവർ തമ്മിലാണ് മത്സരം. പക്ഷേ ആ മത്സരത്തിൽ
MI എന്ന് പറയുന്ന ടീം ഇവിടെ NDM-ലെ പാർട്ടിസിപ്പൻസിനേക്കാളും കൂടുതൽ അവരുടെ ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ എൻട്രീസ്, ഫോർ എക്സാമ്പിൾ ഏറ്റവും കൂടുതൽ അച്ചീവ്മെന്റ്സ് ഒക്കെ വന്നിട്ടുള്ളത് MI-ലാണ് ഇതുവരെ. ഇത് എപ്പോഴും അറിയാം, ഇതുവരെ എന്നല്ല, ആദ്യത്തെ 10 days, ഇത് 21-ാം തീയതി വരെയുള്ള കണക്കാണ്. ഇപ്പോ ഇന്ന് നിൽക്കുന്ന സമയത്ത് 27-ലേക്ക് എത്തി. അപ്പൊ ഈ ഒരു കാലയളവിൽ ഒരുപാട് ടീം ചിലപ്പോൾ അതിലും കൂടുതൽ ബിസിനസ് കൊണ്ടുവന്നിട്ടുണ്ടാവാം. കാരണം അവിടെ ഗോവ അച്ചീവേഴ്സ് വരുന്ന സമയത്ത് 100 പോയിന്റ് വരുന്നത്. ഷോർട്ട് ടൈപ്പിംഗ് ഒരു പേര് വന്നു കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ 25 കിട്ടുന്നുണ്ട് പ്രീമിയത്തില്. ഓക്കെ, അപ്പോ ഓരോ റാങ്ക് അടിക്കുന്ന സമയത്തും അവിടെ പോയിന്റ് നില കൂടുന്നുണ്ട്. ഇനി യൂണിയൻ രജിസ്ട്രേഷന്റെ കാര്യത്തിൽ ആരാണ് കയറി പോകുന്നൊന്നും പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ചിലപ്പോ 11ാമത് കിടക്കുന്ന ടീം ആവാം 1ാമത്തേക്ക് വരിക. ഓക്കെ, അപ്പൊ എനിവേ ഈ ഒരു കോമ്പറ്റീഷൻ അങ്ങനെ തന്നെ കട്ടക്ക് പോട്ടെ എന്ന് പറയാണ്. ഓക്കെ, എനിവേ ഇനി നമുക്ക് പ്രൊഡക്റ്റിന്റെ ഒരു ചെറിയ ഒരു ബെസ്റ്റ് നോളജ്, കാരണം നമ്മൾ ഈ ബിസിനസ്സിൽ വരുമ്പോൾ പ്രൊഡക്റ്റിന് പ്രാധാന്യം കൊടുത്തിട്ടില്ലെങ്കിൽ ഇല്ലായിരുന്നു എങ്കിലും ഇന്ന് പ്രൊഡക്റ്റ് നമ്മൾ പ്രാധാന്യം ഒരുപാട് കൊടുക്കാൻ കാരണം നമുക്ക് കിട്ടിയ റിസൾട്ട് ആണ്. ഓക്കെ, ഞാനിതാ ഓരോ ദിവസവും പ്രൊഡക്റ്റുമായിട്ടാണ് ഇരിക്കുന്നത്. കാരണം നമുക്ക് ഫാമിലി തന്നെ റിസൾട്ട് ആണ്. അപ്പൊ ഇന്നലൊക്കെ കുറേ റിസൾട്ടുകൾ അവിടെ കൂടെ വന്നവർക്ക് കിട്ടി. 1.5 മാസമായിട്ടില്ലേ നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ. ഓക്കെ, എനിവേ അതിന്റെ റിസൾട്ടുകളൊക്കെ നമുക്ക് ഇനി നെക്സ്റ്റ് 7-ാം തീയതി പ്രോഗ്രാമിൽ കാണാം. അപ്പോ ഈ ഒരു സെഷൻ ഞാൻ വൈൻഡപ്പ് ചെയ്ത് നമ്മുടെ സ്വന്തം, നമുക്ക് എന്നും പ്രൊഡക്റ്റിനെ പറ്റി ട്രെയിനിങ് തന്ന് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന, നമുക്ക് ഒരു ഇൻസ്പിറേഷൻ ആയിട്ടുള്ള നമ്മുടെ സ്വന്തം കമ്പനിയുടെ അഡ്മിൻ മെമ്പർ കൂടിയായിട്ടുള്ള അരുൺ സാറിനെ വളരെ സ്നേഹപൂർവ്വം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് വെൽക്കം അരുൺ സാർ. Yes, good morning. Thank you, ഷബീബ്ജി. Good morning all. പൊതുവെ ആളുകളുടെ സ്ട്രെങ്ത് കുറവാണല്ലോ. ഇന്നലത്തെ ട്രെയിനിങ്ങിന്റെ യാത്രാ ക്ഷീണമൊക്കെ ആയിരിക്കും അല്ലെ? യെസ്, പലരും ലക്ഷദ്വീപിലൊക്കെയാണ് ഇന്ന്. തന്നെ കപ്പൽ പിടിച്ച് പറഞ്ഞോ? ഗുഡ്, ഓക്കെ. സോ നമ്മള് കഴിഞ്ഞ ദിവസങ്ങളിൽ കുറെ പ്രൊഡക്റ്റുകളെ കുറിച്ചൊക്കെ പറഞ്ഞു. പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള എന്താ പറയാ, കൂടുതൽ നമ്മൾ അത് ചെയ്ത് യൂസ് ചെയ്ത് തുടങ്ങുമ്പോഴാണ് റിസൾട്ടുകളൊക്കെ കണ്ടമാനം വരുന്നത്. സോ മൗദ് ബ്രഹ്മിനെ കുറിച്ചിട്ട് പറഞ്ഞു. മൗദ് ബ്രഹ്മി എല്ലാ ആൾക്കാരും യൂസ് ചെയ്യേണ്ടതാണ്, ചെയ്യപ്പെടേണ്ട ഒരു ഉൽപ്പന്നമാണെന്നും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നേരത്തെ ഞാൻ കേട്ടു, നമ്മൾ ഇപ്പം നേരത്തെ സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ടിട്ട് ഷബീബ്ജി സംസാരിച്ച സമയത്ത് അതിനോട് കണക്ട് ചെയ്തുകൊണ്ട് പറയുകയാണ്, ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ എക്സ്റ്റേണൽ ആക്ടിവിറ്റീസ് ആണ്. ഈ എക്സ്റ്റേണൽ ആക്ടിവിറ്റീസ് നമുക്ക് കാണിച്ചു തരുന്നത് നമ്മളെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇതുപോലത്തെ സംശയങ്ങളുണ്ടോ. 100% നമ്മൾ ഡൗട്ട് ഇല്ലാത്ത ഒരു വ്യക്തിയായിട്ട് ബിസിനസ്സിൽ മുന്നോട്ട് കുതിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആ ഡൗട്ടുകൾ എന്തൊക്കെ വരാൻ ചാൻസസ് ഉണ്ടെന്നുള്ള ഇൻഡിക്കേഷൻസ് ആണ്. ഈ ചോദ്യങ്ങൾക്കൊക്കെ കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അത് നിങ്ങളുടെ സംശയ നിവാരണത്തിന് അനിവാര്യമായിട്ടുള്ള ഘടകമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഡൗട്ടുകൾ, പരമാവധി സംശയങ്ങൾ ക്ലിയർ ചെയ്ത് പോവുക. നമ്മുടെ പ്രൊഡക്റ്റിലെല്ലാം ബോട്ടിലൊക്കെ തന്നെ നിങ്ങൾക്കറിയാം ന്യൂട്രാസ്യൂട്ടിക്കൽ എന്നുള്ള ലേബലുണ്ട്, ലൈസൻസിങ്ങിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്. ഒരു പ്രൊഡക്റ്റ് ഇന്ത്യയിലെ നോംസ് പ്രകാരം മാർക്കറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സസ്റ്റൈനബിൾ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ട്. കൃത്യമായിട്ടും ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോൾ അതിനകത്ത് വേണ്ട കുറേ കാര്യങ്ങൾ ഉണ്ട്. അത് ശരിക്കും ലീഗൽ മെട്രോളജി എന്ന് പറഞ്ഞാൽ അളവ് തൂക്ക എന്ന് പറഞ്ഞിട്ട് ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ലീഗൽ മെട്രോളജിന്റെ പോളിസികൾ പാലിക്കണം, പിന്നെ FDA പോളിസികൾ പാലിക്കണം, GMP പോളിസികൾ പാലിക്കണം. അതേപോലെ തന്നെ ഓരോന്നിൻ്റെയും പോളിസികൾ പാലിച്ചിട്ട് ഒരു പ്രൊഡക്റ്റ് പുറത്തേക്ക് വരുന്നത്. നിങ്ങളെ ബോട്ടിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഞാനിത് പറയാൻ കാരണം സംശയങ്ങൾ ഇനിയും വരാം, അതൊക്കെ ക്ലിയർ ചെയ്ത് വേണം. നമ്മളെ പ്രൊഡക്റ്റുകളെല്ലാം തന്നെ പ്രൈസ്, മാനുഫാക്ചറിങ് ഡേറ്റ്, ബാച്ച് നമ്പർ തുടങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ മെൻഷൻ ചെയ്യുന്നതോടൊപ്പം തന്നെ പുതുതായിട്ട് നിങ്ങൾക്ക് 1 ഗ്രാം പ്രൊഡക്റ്റിന് എത്ര രൂപ വിലയുണ്ട്, അത് പുതിയൊരു ലീഗൽ മെട്രോളജി ആക്ട് പ്രകാരമാണ് 1 ഗ്രാം. അത് എല്ലാ പ്രൊഡക്റ്റ് എടുത്താലും, ചോക്ലേറ്റ് എടുത്താൽ പോലും നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ പറ്റും 1 ഗ്രാമിന് എത്ര രൂപ വരും. അത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബോട്ടിലൊക്കെ എടുത്ത് നോക്കിയാൽ നമുക്കത് കാണാൻ പറ്റും. എല്ലാ ബോട്ടിലുകളിലും സ്പെസിഫൈ ചെയ്തിട്ട് മെൻഷൻ, ലീഗൽ മെട്രോളജിയുടെ റൂളും മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് തന്നെ ന്യൂട്രാസ്യൂട്ടിക്കലിന്റെ ലൈസൻസ്, നിങ്ങൾക്ക് മാനുഫാക്ചർ ലൈസൻസും കാണാൻ പറ്റും. അതേപോലെ തന്നെ നമ്മളെ എന്താ പറയുക,
മാർക്കറ്റിംഗ്, മാനുഫാക്ചറിങ്ങും മാർക്കറ്റിംഗ് രണ്ടിൻ്റെ ലൈസൻസ് നമ്പർ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെ പോകണം. പിന്നെ ഒരു കാരണവശാലും നമ്മൾ കയ്യിൽ നിന്ന് ഇടരുത്. കയ്യിൽ നിന്ന് സാധനം അഡീഷണൽ ഇടരുത്. ഇവിടെ തന്നെ ഇടാൻ ഇഷ്ടത്തിനുണ്ട്. അപ്പോൾ അത് എക്സ്ട്രാ ഇടേണ്ടതില്ല. കാരണം നമ്മളടുത്ത് തന്നെ കണ്ടമാനം ഇടാനുള്ളതുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക, അത് പഠിക്കുക എന്നുള്ള. കാരണം വെച്ചാൽ നമ്മുടെ അടുത്ത് ഇപ്പം നേരത്തെ ലൈസൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൺലൈനിൽ കാണിച്ചു തന്നപ്പം നമ്മൾ പലപ്പോഴും 15-ൽ, കാരണം തൃശ്ശൂർ വെച്ച് നടന്ന പ്രോഗ്രാമിൽ ഞാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. 2025 എന്ത് ഇവിടെ ചെയ്യണം, അല്ലെങ്കിൽ എന്തൊക്കെ ഉൽപ്പന്നങ്ങൾ വേണം എന്നതിനെ കുറിച്ച് ഇന്ന് കൃത്യമായിട്ടും കമ്പനി അതിനകത്ത് സ്ട്രാറ്റജി ഉണ്ട്. അത് നിങ്ങൾ ഇന്നലെ ലൈസൻസ് തുറന്നപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. കാരണം ഇത് ഷെയർ ചെയ്യാത്തൊരു കാര്യമാണ്. നിങ്ങൾ ഇന്നലെ തുറന്ന് യാദൃശ്ചികമായിട്ട് ചോദ്യങ്ങൾ വരുമ്പോൾ അതിനുള്ള ഉത്തരങ്ങളായിട്ടാണ് ഇത് തെളിഞ്ഞു വരുന്ന സമയത്ത് 15-ന്റെ സ്ഥാനത്ത് 17 പ്രൊഡക്റ്റിന്റെ ലൈസൻസ് ഓൾറെഡി കയ്യിൽ വന്നു കഴിഞ്ഞു. അപ്പം അതിന്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കമ്പനി സ്റ്റെപ്പുകൾ വെക്കുന്നത് ഫ്യൂച്ചർ എന്ന് പറഞ്ഞൊരു ഭാവിയിലേക്ക്. കാരണം ഏറ്റവും കൂടുതൽ പ്രിക്വേഷൻ അല്ലെങ്കിൽ പ്രിവെൻഷൻ നിങ്ങൾ തന്നെ നോക്കിയാൽ അറിയാം. യൂട്യൂബ് ചാനൽ ഏറ്റവും കൂടുതൽ കാണുന്ന ആളുകൾ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് വാർത്തകൾ അതിനകത്തുണ്ട്. പ്രത്യേകിച്ച് MBBS ഡോക്ടേഴ്സ്, MD ഡോക്ടേഴ്സ് ഒക്കെ പറയുന്നുണ്ട്, ഒരു അസുഖം വന്നിട്ട് എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഷുഗർ കൂടി എന്ന് പറഞ്ഞാൽ ഷുഗറുള്ള മരുന്ന് കൊടുക്കാനേ എനിക്ക് പറ്റുള്ളൂ, പ്രഷർ കൂടി എന്ന് പറഞ്ഞാൽ പ്രഷറിനുള്ള മരുന്ന് കൊടുക്കാനേ എനിക്ക് പറ്റുള്ളൂ, പ്രഷർ കുറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ പ്രഷർ കുറഞ്ഞിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും മരുന്ന് കൊടുക്കാനേ പറ്റുള്ളൂ. പക്ഷെ ഇതിനൊക്കെ ഉപരിയായിട്ട് എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇത് വരാതിരിക്കുന്ന സാഹചര്യം. അതാണ് പ്രിവെൻഷൻ. പലപ്പോഴും നമ്മളുടെ അടുത്ത് ഞാനിത് പറയാൻ കാരണം, പലപ്പോഴും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഒരു പ്രശ്നം, അതായത് ഇപ്പോൾ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ അല്ല ഇത് ഫോക്കസ് ചെയ്യേണ്ടത്. ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരും ബുദ്ധിമുട്ടില്ലാത്ത ആളുകൾക്കും, അതായത് നോർമലായിട്ട് ജീവിച്ചു വരുന്ന ഒരു സമൂഹത്തിലെ എല്ലാ ആളുകൾക്കും ഉപയോഗിക്കേണ്ട ഡയറ്ററി സപ്ലിമെന്റ്സ് ആണ് ഇത്. അപ്പോൾ ഒരു പ്രത്യേക, അതായത് ചിലരൊക്കെ ഞാൻ കേട്ടിടത്തോളം ലാബിലൊക്കെ പോയിട്ട് അവിടുത്തെ ഷുഗർ പേഷ്യൻസിന്റെ ലിസ്റ്റൊക്കെ കളക്ട് ചെയ്തിട്ട് ഡയബറ്റിക്കിന് വേണ്ടി നോക്കുന്നതായിട്ടൊക്കെ ഞാൻ അറിഞ്ഞു. അതൊക്കെ ഓക്കെ, പക്ഷെ ഇതൊരു മെഡിസിനോ അല്ല. കാരണം വെച്ചാൽ സൊല്യൂഷൻസ് വളരെ കൃത്യമായിട്ടുണ്ട്, പ്രിവെൻഷനും കൂടി ഇതിനകത്തുണ്ട്. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പ്രിവെൻഷൻ പ്രത്യേകിച്ച് നമ്മളൊരു സൈഡ്, അതായത് 3.5 കോടി ജനങ്ങളിൽ 4.5 കോടി ജനങ്ങളിൽ 1 കോടിയുടെ അടുത്ത് ഡയബറ്റിക് സഫേർഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ബാക്കി 3.5 കോടി ഡയബറ്റിക്കിലേക്ക് കാലെടുത്ത് വെക്കുന്നവരാണ്. ആ 3.5 കോടി ജനങ്ങളിൽ ഇപ്പോൾ അറിയാം 1/3 ഡയബറ്റിക് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ പ്രിവെൻഷനും കൂടി നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതായത് ഒരു പ്രശ്നമുള്ള ആളെടുത്തല്ല, പ്രശ്നമില്ലാത്ത ആളെടുത്തും ഇത് സംസാരിക്കണം. രണ്ട് കൂട്ടർക്കും ഇത് ഒരേപോലെ അനുയോജ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ പ്രൊഡക്റ്റിന്റെ കൺസെപ്ഷൻ കൃത്യമായിട്ട് പറയുന്ന സമയത്ത്, കാരണം എനിക്ക് വരുന്ന അധികം കോളുകളിലും ഇത് ഒരു പ്രോബ്ലം അതിന്റെ പരിഹാരം എന്ന രീതിയിലാണ് ഞാൻ ഇത് പറഞ്ഞതിന്. കാരണം വെച്ചാൽ പ്രോബ്ലം വരാതിരിക്കാൻ ഇത് സഹായിക്കുന്ന കാര്യമാണ്. അപ്പൊ ഞങ്ങളൊക്കെ കഴിക്കുന്നത് അങ്ങനെ ഒരു പ്രശ്നം ഫേസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം പ്രിവെൻഷൻ വേണ്ടിയിട്ടാണ് കഴിക്കുന്നത്. ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു, കോവിഡ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഇമ്മ്യൂണോജൻ എന്ന് പറയുന്നതിന്റെ റിസൾട്ട് ഏറ്റവും കൂടുതൽ, കാരണം പ്രിവെൻഷൻ ആണ്. അത് വന്നു കഴിഞ്ഞാൽ റിസൾട്ട് ഉണ്ടാക്കാം, പക്ഷെ പ്രിവെൻഷന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പൊ പ്രിവെൻഷൻ കാറ്റഗറിയിൽ ആരൊക്കെ പെടും? എല്ലാവരും പെടും, നമ്മളെല്ലാവരും പെടും. അപ്പൊ ഭൂരിപക്ഷം പ്രിവെൻഷൻ കാറ്റഗറിയിലുണ്ട്. അപ്പൊ പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ സംഭവിക്കാതിരിക്കാൻ വേണ്ടി, ഇപ്പൊ ഡയബറ്റിക് വരണ്ട എന്നൊരു ആഗ്രഹിക്കുന്ന ആള് റെഗുലർ ആയിട്ട് നിങ്ങൾക്ക് സൗണ്ടർ ഫ്ലോയുടെ യൂസേജ് റെഗുലർ ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്ലഡിൽ ഉണ്ടാകുന്ന ടോക്സിക്കേഷൻ ആവശ്യമായിട്ടുള്ള പ്ലാക്സുകളും അതേപോലെ തന്നെ ഉണ്ടാകുന്ന ബ്ലോക്കുകളും ആൻജൈന പോലെയുള്ള പ്രശ്നങ്ങളെ, അതായത് നമുക്ക് ആൻജിയോപ്ലാസ്റ്റി പോലെയുള്ള സാധനങ്ങളെയൊക്കെ നമ്മൾക്ക് ആഗ്രഹമില്ലെങ്കിൽ അതിനെയൊക്കെ പ്രിവെന്റ് ചെയ്യാൻ, അങ്ങനെ ഒരു സാഹചര്യത്തെ നമ്മൾക്ക് അഭിമുഖീകരിക്കാതിരിക്കാൻ സഹായിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ ഈ പ്രപഞ്ചത്തിലുണ്ട്, ഈ ഭൂമിയിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഡയറ്ററി സപ്ലിമെന്റ്സ് അത്രമാത്രം പ്രസക്തമാകുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നത് ഒരു പ്രശ്നം പരിഹാരം എന്നതല്ല, പകരം പ്രിവെൻഷൻ കൂടി നിങ്ങൾ ഇതിനകത്ത് കൊണ്ടുവരണം. പ്രിവെൻഷൻ ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ സാധ്യമായിട്ടുള്ള കാര്യം ഇവിടെ ഉള്ളത്. മനസ്സിലായ? അതോടൊപ്പം തന്നെ മറ്റതും പരിഗണിക്കണം, പക്ഷെ പ്രിവെൻഷന് വളരെ ഇമ്പോർട്ടൻസ് കൂടി കൊടുക്കണം. ഓക്കെ, ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ക്യൂറിങ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കൂടുതൽ ഫോക്കസ് പോകുന്നത് കൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? കൂടുതൽ ആൾക്കാരും ക്യൂറിങ്ങിലേക്കല്ലേ ഫോക്കസ് ചെയ്യുന്നത്? മെസ്സേജ് ഇട്ടാലും തമ്പോ എസ്സോ വയ്യോ? എല്ലാവരും ഉറക്ക ക്ഷീണത്തിലാണോ? രാവിലെ ഒരു ഊർജമില്ലേ? വരട്ടെ. ഓക്കെ, അപ്പം നമ്മൾ ക്യൂറിങ് എന്ന് പറയുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നം വന്നു അതിന് പരിഹാരം, ഒരു പ്രശ്നം വന്നു അതിന് പരിഹാരം. അതല്ല. ഈറ്റൂൺ കഴിക്കുന്നത് PCOD-കാർക്ക് മാത്രമല്ല. ഈറ്റൂൺ കഴിക്കുന്നതുകൊണ്ട് സ്ത്രീ സൗന്ദര്യത്തെ ഏറ്റവും നല്ല രീതിയിൽ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന, ഏറ്റവും മനോഹരമായ രീതിയിൽ PCOD-യും
അതേപോലെ തന്നെ സിസ്റ്റും മറ്റു കാര്യങ്ങളൊന്നും വരണ്ട എന്ന് ആഗ്രഹിക്കുന്ന, നല്ല ശക്തമായിട്ടുള്ള ഒരു ഗർഭാശയം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഇത് ഉപയോഗിച്ച് തുടങ്ങാം. അപ്പൊ അത് അങ്ങനെ ഒരു പ്രശ്നക്കാർക്ക് മാത്രം ഏറ്റവും കൂടുതൽ മാസ്റ്റർ ടീ 10 വയസ്സായ കുട്ടിക്ക് വിട്ടു കൊടുക്കാൻ ഒരു പ്രശ്നം വേണമെന്നല്ല അവിടെ. ന്യൂട്രിൻ വിറ്റ എന്ന് പറഞ്ഞാല് ചെറിയ കുട്ടിക്ക് വിരകി കൊടുക്കാവുന്ന സാധനം തൊട്ടിട്ട് മുകളിലേക്കാണ്. അമ്മമാർക്ക് പാല് നന്നായിട്ട് ബ്രസ്റ്റ് ഫീഡിങ് നടത്തുക. അതേപോലെ തന്നെ മറ്റുള്ള ആളുകൾക്ക്, വലിയ ആളുകൾക്കാണെങ്കിൽ ഇപ്പൊ ന്യൂട്രിൻ വിറ്റയും മാസ്റ്റർ ടീ ഒക്കെ കഴിക്കുകയാണെങ്കിൽ ആണുങ്ങൾക്ക് ബോഡി ഷേപ്പ് ആകാനും ബോഡി ബിൽഡ് ചെയ്യാനും ഇതിനോടൊപ്പം തന്നെ ഒരുപാട് ന്യൂട്രിയൻസ് അതിനകത്തുണ്ട്. ന്യൂട്രിൻ വിറ്റയുടെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് കഴിക്കണം എന്നത് കൃത്യമായിട്ട് നമ്മൾ പറയാറുണ്ട്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിലെ ന്യൂട്രിയൻസിനെ നമ്മളെ ബോഡി അബ്സോർബ് ചെയ്യാൻ സഹായിക്കാൻ ഏറ്റവും പ്രേരകമാകുന്ന ഒരു ഘടകം അതിനകത്തുണ്ട്. എന്ന് മാത്രമല്ല നമ്മുടെ ശരീരത്തിൽ വരുന്ന ക്യാൻസർ സെല്ലുകളുടെ ഗ്രോത്തിനെയൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വരുന്ന ഒരു ഫുഡ് സപ്ലിമെന്റ്. ഇത് ഇന്നിവിടെ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ടതല്ല. ഇത് മുൻപ് തലമുറകൾക്ക് മുൻപ് ഇവിടെ സൃഷ്ടിക്കപ്പെട്ടതും അതിനെ നമ്മളൊരു പുതിയൊരു ബയോടെക്നോളജിയുടെ സാങ്കേതിക വിദ്യയിലൂടെ നമ്മൾ പുതിയ പാക്കിങ്ങിലാക്കി കൊണ്ടുവരികയും ചെയ്യും. അപ്പൊ ഇതൊരു അത്ഭുതമാകുന്ന നമുക്ക് എന്താ വെച്ചാൽ നമ്മളുടെ ഭക്ഷണശീലത്തിൽ ഇത് ഇല്ലാത്തത് കൊണ്ടാണ് ഇത് മിറാക്കിളാവുന്നത്. മുൻ തലമുറകളിലൊക്കെ ഇത് വളരെയധികം നന്നായിട്ട് അത് ഉപയോഗിച്ച് കഴിച്ച് നമ്മുടെയൊക്കെ 2ഉം 3ഉം 4ഉം തലമുറകൾക്ക് മുൻപൊക്കെ അവരുടെ ആരോഗ്യ ജീവിതത്തിൽ ഇതുണ്ട്. അപ്പം അന്ന് പോലും കേട്ടുകേൾവിയില്ലാത്ത അസുഖങ്ങളുടെ ഒരു ശ്രേണി ഇപ്പോൾ ഉണ്ട്. അന്ന് നമ്മൾ അറിയാവുന്ന അസുഖങ്ങളുണ്ട്, ഇപ്പോൾ അറിയാത്ത അസുഖങ്ങളുടെ അന്നത്തെ കാലഘട്ടത്തിനേക്കാളും ഒരു 100 മടങ്ങ് അസുഖങ്ങളുടെ തോത് ഇവിടെ വരുന്നുണ്ട്. എന്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിസോർഡേഴ്സ് എല്ലാം തന്നെ നമ്മളുടെ ലൈഫ് സ്റ്റൈലിൽ വരുന്ന വ്യത്യാസമാണ്. അപ്പൊ ലൈഫ് സ്റ്റൈൽ പെർഫെക്ഷൻ ആക്കണമെങ്കിൽ പ്രിവെൻഷൻ എന്ന് പറയുന്ന ഏരിയയിലേക്ക് ഫോക്കസ് ചെയ്യണം. അപ്പൊ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് പറയാനുള്ള ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് നമ്മൾ എല്ലാവരും യൂസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ, എന്നാലും ഞാനത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അതിലേക്ക് വരുന്നത്. യൂറോ കോഫി എന്ന് വിളിക്കും. യൂറോ കോഫി എന്ന് പറഞ്ഞാൽ യൂക്കോമിക്സ് എന്നാണ് ഉൽപ്പന്നത്തിന്റെ പേര്. യൂക്കോമിക്സ്. ഓക്കെ, യൂക്കോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉൽപ്പന്നം ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്ത് സാഹചര്യത്തിലാണ് ഇത് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇത് ഉപയോഗിക്കേണ്ടതാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് പലപ്പോഴും മൂത്രശങ്കകൾ ഉണ്ടാകാം, മൂത്രമൊഴിക്കുന്ന ശീലങ്ങളുണ്ട്. പക്ഷെ പരിപൂർണമായിട്ട് മൂത്രം പുറത്തു പോകാറില്ല. 1-2 ഡ്രോപ്പുകളായിട്ട് പിന്നീട് അവിടെ കിടക്കും. അത് ഇന്നർവെയറിൽ ഉണ്ടാകും, സ്മെല്ല് ഉണ്ടാകും. ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ഒരു പ്രശ്നം എല്ലാ ആൾക്കാരും ഫേസ് ചെയ്യുന്നുണ്ട്. മുഴുവൻ യൂറിനും പോകാത്ത അവസ്ഥ, ശരീരത്തിൽ നിന്ന് മുഴുവൻ യൂറിനും പുറത്തേക്ക് പോകാത്ത. യൂറിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ടോക്സിക് ആയിട്ടുള്ള എല്ലാ സാധനത്തിനും പുറന്തള്ളാൻ സഹായിക്കുന്നതാണ് മലമൂത്ര വിസർജനം എന്ന് പറയുമ്പോൾ. അവിടെ യൂറിൻ ഹോൾഡ് ചെയ്യപ്പെടുന്ന സാഹചര്യം, അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു സ്ഥലത്ത് ടോയ്ലറ്റ് കിട്ടാത്ത സാഹചര്യം, അല്ലെങ്കിൽ ചില സ്ഥലത്ത് മൂത്രം ഒഴിക്കാൻ പറ്റാത്ത സാഹചര്യം, ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഹോൾഡ് ചെയ്യപ്പെടുമ്പോൾ നമുക്ക് യൂറിൻ കംപ്ലീറ്റ് ആയി പോകില്ല, അവിടെ പിടിച്ചു വെക്കും. ഈ പിടിച്ചു വെക്കുന്ന സാഹചര്യം ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ യാത്രകളിലൊക്കെ വരുന്ന സമയത്ത്. അപ്പൊ ഇതൊരു പ്രധാന ഘടകമാണ്. അതായത് ഇത് ജനറലൈസ്ഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. അപ്പൊ ഇതിനെ ലീഡ് ചെയ്യുന്നത് യൂറിനറി ട്രാക്ട് ഡിസോർഡർ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കാണ്. അതായത് നമ്മുടെ മസിൽസ് എല്ലാം ക്ഷയിച്ച് ഓട്ടോമാറ്റിക്കലി കുറച്ച് കാലം കഴിയുമ്പോൾ ഒരു 60-70 വയസ്സുമ്പോൾ അറിയാതെ മൂത്രം പോയി പോലെ നമ്മൾ അറിയില്ല, നമുക്ക് പോലും അറിയില്ല. കാരണം മസിൽ പിടിച്ചു നിൽക്കുന്ന പ്രോസസ്സ് അവിടെ നിൽക്കുകയാണ്. അപ്പൊ അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിലേക്ക് പോകാതിരിക്കാൻ സഹായിക്കുന്നതാണ് യൂക്കോമിക്സിന്റെ ഉപയോഗം. യൂക്കോമിക്സ് എന്ന് പറഞ്ഞാൽ വളരെ ഒരു 100 ഗ്രാം ആണ് ആ ബോട്ടിൽ വരുന്നത്. ഇത് ഉപയോഗിക്കേണ്ടത് 5 ഗ്രാം ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇതിന്റെ പേര് യൂറോ കോഫി എന്നാണ്. യൂക്കോ എന്ന് പറഞ്ഞാൽ നോട്ട് ചെയ്ത് വെക്കണം, യൂറോ കോഫി. ഇതൊരു കോഫി പോലെ ഉപയോഗിക്കാവുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അതായത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കിഡ്നി വരുന്നത്, അതേപോലെ തന്നെ യൂറേറ്റർ, ബ്ലാഡർ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വരുന്ന ഇൻഫെക്ഷൻസിനെ പ്രിവെന്റ് ചെയ്യാൻ സഹായിക്കും. പിന്നെ ഇതൊരു തരത്തിൽ പറഞ്ഞാൽ കിഡ്നി സ്റ്റോണിനെ പ്രിവെന്റ് ചെയ്യാൻ സഹായിക്കുന്ന സാധനമാണ്. അതേപോലെ തന്നെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസിനെ പ്രിവെന്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റും കൂടിയാണ്. അതേപോലെ തന്നെ എന്താ പറയുക, നമ്മൾക്ക് പുരുഷന്മാരെ കൂടുതൽ ഇതിനകത്ത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്ത്രീകളായതുകൊണ്ട് തന്നെ അവർക്ക് വരുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കൂടിയാണ്. കാരണം യൂട്ടിഐ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ യൂറിനറി ഡിസോർഡർ വരും, ബേണിംഗ് സെൻസേഷൻ ഉണ്ടാവും, ഇൻഫ്ലമേഷൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ പെയിൻ ഉണ്ടാകും, ഫീവർ ഉണ്ടാകും, വോമിറ്റിംഗ് ഉണ്ടാകും. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ, ഇൻഫെക്ഷൻ, യൂറിനറി ഇൻഫെക്ഷൻ വന്നാൽ എന്താ സംഭവിക്കുക എന്നുള്ള എല്ലാവർക്കും അറിയാലോ. അപ്പൊ അങ്ങനെ വരുന്ന ഇൻഫെക്ഷൻസിനെ പ്രിവെന്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ബെസ്റ്റ് പ്രൊഡക്റ്റ് ആണ്, ഡയറ്ററി സപ്ലിമെന്റ് ആണ് യൂക്കോമിക്സ്. പിന്നെ ഇതിനകത്ത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഇമ്മ്യൂണിറ്റി ഡെവലപ്പറും കൂടിയാണ്. ആ ഭാഗത്തുള്ള സെൻസേഷനെ കൂടുതലായിട്ട് ഇതാക്കാൻ വേണ്ടി. പ്രത്യേകിച്ച് ഇതിന്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ബ്ലാഡർ ആൻഡ് യൂറിനറി ട്രാക്ട് ഹെൽത്ത്, അതായത് ദൈനംദിനമായിട്ടുള്ള യൂറിനറി ബ്ലാഡറിന്റെ ഹെൽത്ത് ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അതേപോലെ ഇൻഫെക്ഷൻ വരാതിരിക്കാൻ സഹായിക്കുന്നുണ്ട്. കിഡ്നി ഫങ്ഷനെ കൂടുതൽ നല്ല സ്മൂത്ത് ആയിട്ട് ഇതാക്കാൻ സഹായിക്കുന്നുണ്ട്.
അതേപോലെ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്. ഇപ്പൊ നിങ്ങൾക്കറിയാം പുരുഷന്മാരിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു അടുത്ത സ്റ്റേജിലേക്ക് പോകുന്ന ഒരു ഘട്ടമാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ, പ്രോസ്റ്റേറ്റ് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ. പ്രോസ്റ്റേറ്റ് ഡിസോർഡറിന് കാരണം വെച്ചാൽ മൂത്രം പിടിച്ചു വെച്ച് അവിടുത്തെ ഓട്ടോമാറ്റിക്കലി സെൽസിന്റെ റീജനറേഷൻ പ്രോസസ്സും അതിനോട് ആനുപാതികമായിട്ടുള്ള ഒട്ടനവധി ഘടകങ്ങളും കൂടി ചേരുമ്പോൾ അതൊരു തരത്തിൽ പ്രോസ്റ്റേറ്റ് ഡിസോർഡർ ആയിട്ട് വരും. അപ്പൊ അതിനെ പ്രിവെന്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് യൂക്കോമിക്സ്. പിന്നെ നമുക്ക് എന്താ പറയുക, മൈക്രോ ന്യൂട്രീഷൻസ് മൂലം അല്ലെങ്കിൽ മൈക്രോ ന്യൂട്രീഷൻ മൂലം ഉണ്ടാകുന്ന വേദനകൾ ഇല്ലാണ്ടാക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇത് മറ്റൊരു ഗുണം എന്ന് പറഞ്ഞാൽ ഇത് ബ്ലഡ് കൊളസ്ട്രോൾ ലെവൽ, അതായത് ഞാൻ പറഞ്ഞു നമ്മുടെ ഓരോ ഡയറ്ററി സപ്ലിമെന്റും ഒരു കാര്യത്തിനല്ല, കാരണം തൊടുത്താൽ ഒന്ന് വിട്ടാ പലത് എന്ന് പറഞ്ഞ അവസ്ഥയിലാണ് നമ്മുടെ പ്രൊഡക്റ്റുകളെല്ലാം തന്നെ. കൊടുക്കുമ്പോൾ ഒരു ലക്ഷ്യമാണെങ്കിലും അത് കൊള്ളുമ്പോൾ മറ്റു പല ലക്ഷ്യങ്ങളിലേക്കും അത് ഗുണപ്രദമാക്കും. അപ്പൊ അതുകൊണ്ട് ഇത് ബ്ലഡ് കൊളസ്ട്രോൾ ലെവലിനെ ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. തന്നെ സ്റ്റോൺസ്, കിഡ്നിയിൽ കല്ല് രൂപപ്പെടുന്നത് ഇല്ലാതാക്കാൻ സഹായിക്കുന്നതാണ്. പെൽവിക് റിജിയൽ ഫംഗ്ഷൻ, അതായത് ബോഡി ടെമ്പറേച്ചർ. പലപ്പോഴും നമുക്ക് നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഓർഗാൻസിന്റെ ആ ഭാഗത്ത് വരുന്ന പല ഇൻഫെക്ഷൻസിനും മൊത്തത്തിൽ നമുക്ക് ബോഡിയിലേക്ക് അതൊരു ടെമ്പറേച്ചർ ഇംപ്രൂവ് ചെയ്യിപ്പിക്കും. അത് ഓട്ടോമാറ്റിക്കലി ഇൻഫ്ലമേഷന് സാധ്യതയിലേക്ക്, നീർക്കെട്ടിലേക്ക് കിടക്കും. അപ്പൊ അതിനെയൊക്കെ പ്രിവെന്റ് ചെയ്യാൻ ഇത് സഹായിക്കും. അതേപോലെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസിനെ ഇത് പ്രിവെന്റ് ചെയ്യാൻ സഹായിക്കും. അതായത് നല്ല രീതിയിൽ യൂറിനറി ഫ്ലോ, അതായത് നമ്മളെ യൂറിനറി ബ്ലാഡറിനകത്ത് ഒരു തുള്ളി പോലും നിൽക്കാതെ കംപ്ലീറ്റ് യൂറിനും പുറത്തേക്ക് കളയാൻ ഒറ്റ പ്രാവശ്യം നമ്മൾ പോകുന്ന സമയത്ത് കറക്റ്റ് അത് ഫ്ലോ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ എന്താണ്, യൂറിനറി ഫങ്ഷൻസിനെ വളരെ നല്ല രീതിയിൽ എൻഹാൻസും ചെയ്യുന്നുണ്ട്. ഏതാണ് നമ്മുടെ യൂറോ കോഫി, അതായത് യൂക്കോമിസ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. ഇതെങ്ങനെ കഴിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും ഇത് കഴിക്കേണ്ടത് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഫാസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രക്രിയയെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. എന്താണ് ഫാസ്റ്റിംഗ്? നമ്മുടെ ശരീരം 10 മണിക്കൂർ, അതായത് ശരിക്കും പറഞ്ഞാൽ 14, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങളും ഫാസ്റ്റിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇസ്ലാം മതത്തിൽ 30 ഡേയ്സ് ഫാസ്റ്റിംഗ് നടക്കുന്നുണ്ട്. അത് 12 മണിക്കൂർ തുടർച്ചയായിട്ടുള്ള ഫാസ്റ്റിംഗ് ആണ്. മിക്ക ദിവസങ്ങളിലും, എല്ലാ ദിവസങ്ങളിലും 12 മണിക്കൂർ ഫാസ്റ്റിംഗ് ആണ്. ഇത് കൃത്യമായിട്ടും ഒരു മനുഷ്യൻ പാലിക്കപ്പെടേണ്ട ഒരു നിയമത്തിൽപ്പെട്ടതാണ്. ഹിന്ദു മതത്തിലായാലും ക്രിസ്തു മതത്തിലായാലും ഏത് മതമായാലും ശരി, ഈ ഫാസ്റ്റിങ്ങിനെ എന്റർടൈൻ ചെയ്യാറുണ്ട്. ഇപ്പൊ ഹിന്ദു മതത്തിലൊക്കെ ആണെങ്കിൽ പിന്നെ തിങ്കളാഴ്ച വ്രതം, ശനി വ്രതം എന്നൊക്കെ പറഞ്ഞിട്ട് വ്രതം, ഈ ഫാസ്റ്റിംഗ് പാറ്റേണുകൾ കൊണ്ടുവന്നിട്ടുണ്ട്, പണ്ട് തൊട്ടേ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് ഇതിനൊന്നും ആവശ്യമില്ലാന്ന്. കാരണം വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ നമ്മൾ വിചാരിക്കുന്ന എപ്പോഴും ഫുഡ് കയറിക്കൊണ്ടിരിക്കുന്ന, ഒരിക്കലുമല്ല. നമ്മുടെ ശരീരത്തിൽ കഴിക്കുന്ന ഭക്ഷണങ്ങൾ തമ്മിലുള്ള ഗ്യാപ്പ് മിനിമം 4 മണിക്കൂർ വേണം. അതായത് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും തമ്മിൽ ഒരു 4 മണിക്കൂർ, അതേപോലെ തന്നെ അടുത്ത 4 മണിക്കൂർ വേണം. അതോടൊപ്പം തന്നെ രാത്രി കഴിക്കുന്ന ശരിയായ ഭക്ഷണശീലം എന്ന് പറഞ്ഞാൽ സൂര്യോദയത്തിനും സൂര്യാസ്തമയത്തിനും ഇടയിൽ കഴിക്കുന്ന ഭക്ഷണത്തെ ആണ് ഏറ്റവും ശരിയായ ഭക്ഷണ രീതി എന്ന് പറയുന്നത്. സൂര്യോദയത്തിനും സൂര്യാസ്തമയത്തിനും ഇടയിലുള്ളത്. അതാണ് ജെയിൻസ് ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്നത്. ജെയിൻമാരെ കുറിച്ച് നിങ്ങൾ കണ്ടാൽ അറിയാം, അവർ സൂര്യാസ്തമയത്തിന് ശേഷം ഫുഡ് കഴിക്കില്ല, അതിന് മുമ്പ് അവർ കഴിക്കും. അവരുടെ ഡിന്നർ എന്ന് പറഞ്ഞാൽ സൂര്യാസ്തമയത്തിന് മുൻപായിരിക്കും. അപ്പൊ ഒരു 12 to 14 hours നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും തമ്മിൽ ഒരു ഗ്യാപ്പ് ഇടണം. അതിനെയാണ് ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലേക്ക്, അത് 14 hours എടുക്കുക പറഞ്ഞാൽ 10 മണിക്കൂർ ശരീരം ഇതിനെ ഉപയോഗിക്കുമ്പോൾ ബാക്കി വരുന്ന 4 മണിക്കൂറേ ഇതിനെ റിപ്പയർ ചെയ്യാൻ ബോഡിക്ക് ഉപയോഗിക്കാൻ സമയം കിട്ടുന്നുള്ളൂ. അപ്പൊ നമ്മൾ ഈ ഗ്യാപ്പ് കുറയ്ക്കുമ്പോൾ ബോഡിക്ക് സ്വമേധയാ ബോഡിയെ റിപ്പയർ ചെയ്യാനുള്ള സമയം കുറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ സ്വമേധയാ ബോഡിക്ക് അത് റിപ്പയർ ചെയ്യാനുള്ള സാഹചര്യവും സമയവും കുറയുമ്പോൾ എന്ത് സംഭവിക്കും? മറ്റു പലത്തിലുണ്ടാവുന്ന ഡിസോർഡേഴ്സിലേക്കൊക്കെ നമ്മളെ നയിക്കാൻ കാരണമാകും. അപ്പം ശരിക്കും പറഞ്ഞാൽ ആരോഗ്യ വിദഗ്ധർ കൃത്യമായിട്ടും പറയുന്ന കാര്യമാണ്, ഒരു ഭക്ഷണ ക്രമീകരണം പോകുമ്പോൾ ഒരു 2 ഫുഡുകൾ തമ്മിൽ 4 മണിക്കൂർ ഗ്യാപ്പും രാത്രി ഫുഡുകൾ തമ്മിൽ ഒരു 14 മണിക്കൂർ ഗ്യാപ്പും വേണമെന്ന് പറയും. അപ്പൊ അതുകൊണ്ട് രാത്രി നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു 14 hours കഴിഞ്ഞിട്ടായിരിക്കണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടത് എന്നതാണ് പറയുന്നതെങ്കിൽ പലപ്പോഴും സാധ്യമാകാറില്ല. പക്ഷെ അത് നല്ലൊരു ശീലമാണ്. പക്ഷെ അത് പറ്റുന്നില്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ ആ ശീലം നമുക്ക് കൊണ്ടുവരാം, വീക്ക്ലി വൺസ് കൊണ്ടുവരാം. അത് ബോഡി നമുക്ക് ആരോഗ്യത്തെ, നമ്മുടെ ഓരോ ഓർഗാൻസും റീജനറേറ്റ് ചെയ്ത് സെൽഫായിട്ട് ഡീടോക്സിഫിക്കേഷൻ ആവശ്യമായ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കാൻ പറ്റും. ഇങ്ങനെ വരുന്ന സമയത്താണ് രാവിലെ, അതായത് നമ്മൾ ഉറങ്ങി നമ്മൾ എഴുന്നേൽക്കുന്ന സമയത്ത് വളരെയധികം ഉറങ്ങി നമ്മൾ എഴുന്നേൽക്കുന്ന സമയത്ത് രാവിലെ നമ്മളെ വായിലുള്ളിൽ, അതായത് മൗത്തിന്റെ ഉള്ളിൽ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒട്ടനവധി എൻസൈംസ് ഉണ്ട്.
ഈ എൻസൈംസ് ഉമിനീരിലൂടെയാണ് നമ്മുടെ ശരീരത്തിനകത്തോട്ട് കിടക്കുന്നത്. അത് പലപ്പോഴും നമ്മൾ അതുകൊണ്ടാണ് രാത്രി ബ്രഷ് ചെയ്യുക, കിടക്കുന്നതിന് മുമ്പ് ബ്രഷ് ചെയ്യുന്നതിന്റെ ശീലത്തിന്റെ ഘടകം എന്ന് പറഞ്ഞാൽ അതിനുശേഷം നല്ല ശുദ്ധമായ ബാക്ടീരിയാസ്, പ്രോബയോട്ടിക്, നിങ്ങൾ കാണാം ഐസ്ക്രീമിലൊക്കെ കാണാമല്ല, പ്രോബയോട്ടിക് എന്നൊക്കെ പറയില്ല, പ്രീബയോട്ടിക് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കാണാൻ പറ്റും. അപ്പൊ നല്ല ദഹന വ്യവസ്ഥയ്ക്ക് ശക്തീകരിക്കുന്ന ബാക്ടീരിയാസ് നമ്മുടെ വായിൽ തന്നെ ഉണ്ടാകും. പക്ഷെ നമ്മൾ എന്ത് ചോദിച്ചാൽ ഉള്ള നല്ല പേസ്റ്റ് ഒക്കെ എടുത്തിട്ട് വായിൽ തേച്ചിട്ട് കുൽക്കുഴിഞ്ഞിട്ട് ആ ഉള്ള ബാക്ടീരിയനെ കംപ്ലീറ്റ് പുറത്തേക്ക് കളയും. അപ്പൊ പിന്നെ നമ്മൾ സ്വാളോ ചെയ്യുന്നതെല്ലാം തന്നെ ഇതിന് എൻസൈംസിനെ ഡെവലപ്പ് ചെയ്യാൻ ആവശ്യമായ സാധനങ്ങൾ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മുടെ പല ഡയറ്ററി സപ്ലിമെന്റും വെറും വയറ്റിൽ കഴിക്കണം എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, അതായത് ആയുർമൗദ് കഴിക്കേണ്ടത് വെറും വയറ്റിലാണ്, ഹീമോ പ്ലസ് കഴിക്കാൻ പറയുന്നത് വെറും വയറ്റിലാണ്. കാരണം ഈ ബാക്ടീരിയാസും ശുദ്ധമായിട്ടുള്ളത് വായിക്കകത്തേക്കുന്ന ബാക്ടീരിയയും ഹീമോ പ്ലസും കൂടി നമ്മുടെ ശരീരത്തിനകത്ത് വരണം. അത് തന്നെയാണ് ഇതിനകത്തുള്ള കാര്യം പറയുന്നത്. ഇത് ആയുർവേദത്തിലായാലും ശരി, ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ പിതാവായിട്ടുള്ള ഹിപ്പോക്രാറ്റ് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്, നീ കഴിക്കുന്ന ഭക്ഷണം തന്നെയാണ് നിന്റെ ഔഷധം എന്നാണ്. അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പരിശോധിച്ച് നോക്കിയാൽ നീ കഴിക്കുന്ന ഭക്ഷണമാണ് നിന്റെ ഔഷധം എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് ഏത് ശാസ്ത്രത്തിന്റെയും അടിസ്ഥാനം ഫുഡ് ഈസ് മെഡിസിൻ എന്നാണ്. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഇന്ന് ആധുനിക ലോകത്ത് കൊണ്ടുവന്നത് ഇന്ന് ആധുനികപരമായിട്ടുള്ള ഒരു സിദ്ധാന്തമല്ല. ഇത് ഹിപ്പോക്രാറ്റ് അന്ന് കൊണ്ടുവന്ന അതേ സിദ്ധാന്തം നമ്മൾ ഇവിടെ റിമൈൻഡ് ചെയ്യിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ അറിവും അറിവ് നമുക്കുണ്ട്, തിരിച്ചറിവിലേക്ക് കൊണ്ടുവരിക എന്നാണ്. അപ്പൊ അതുകൊണ്ട് യൂക്കോമിക്സ് കഴിക്കേണ്ടത് രാവിലെ വെറും വയറ്റിൽ ചൂടുപാലിൽ 5 ഗ്രാം മിക്സ് ചെയ്ത് കഴിക്കുക. ഇനി ചൂടുപാലിൽ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് എന്ത് ചെയ്യാം, ചൂടുവെള്ളത്തിലും കഴിക്കാം. 5 ഗ്രാം ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചൂടുപാലിൽ കഴിക്കാം, ഇത് ഏതെങ്കിലും ഒന്ന് കഴിക്കാം. അപ്പം ഇത് കൊണ്ട് ഒരുപാട് തരത്തിലുള്ള അഡ്വാൻറ്റേജസ് ഉണ്ട്. ഇതൊരു കോഫി ആയിട്ട് നിങ്ങൾക്ക് കരുതാം. പിന്നെ മറ്റൊരു കാര്യം, രാവിലെ എഴുന്നേറ്റ പാടെ കാപ്പിയും ചായയും കുടിച്ച് ശീലിച്ചിരിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കണം, നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യത്തെ നശിപ്പിക്കുകയാണ്. പണ്ടുണ്ടായിരുന്ന ശീലം വെള്ളക്കാപ്പികളൊക്കെ ആയിരുന്നു. ഇപ്പൊ ഉണ്ടായിരിക്കുന്ന ശീലങ്ങൾ പഞ്ചസാര കാപ്പികളാണ്. അപ്പം എഴുന്നേറ്റ പാടെ ഒരു ചായ, എഴുന്നേറ്റ പാടെ ഒരു കാപ്പി എന്ന് പറയുന്നതിന് പകരം എഴുന്നേറ്റ പാടെ ഒരു വെള്ളം എന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ആരോഗ്യത്തിന് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഒരു ഡിസോർഡർ ഫാക്ഷനിലേക്ക് കിടക്കും. അപ്പം ഇവിടെ ഞാൻ പറഞ്ഞു, യൂക്കോമിക്സ് എന്ന് പറയുന്ന ഈ ഉൽപ്പന്നത്തിന്റെ അല്ലെങ്കിൽ ഇപ്പൊ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞത് മാത്രമല്ലാതെ വേറെ ഒരു ഗുണം കൂടിയുണ്ട്. ആ ഗുണം എന്ന് പറഞ്ഞാൽ യൂറിക് ആസിഡ്. മിൽമയിൽ കഴിക്കാമോ എന്ന് ചോദിച്ചാൽ എനിക്ക് മനസ്സിലായില്ല. മിൽമ എന്ന് പറഞ്ഞാൽ മിൽമ പാലിനാണ്, ശുദ്ധമായ പാല് എന്നാണ് ഉദ്ദേശിക്കുന്നത്. കിട്ടിയില്ലെങ്കിൽ അത് ഉപയോഗിക്കാലോ. ഓക്കെ, അപ്പൊ യൂറിക് ആസിഡ് പലരും നേരിടുന്ന ഒരു പ്രശ്നമാണ്. മത്തി കഴിക്കാൻ പറ്റില്ല, അത് കഴിക്കാൻ പറ്റില്ല, ഇത് കഴിക്കാൻ പറ്റില്ല. ഈ പ്രപഞ്ചത്തില് ഞാൻ മനസ്സിലാക്കുന്നത് ജന്മങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്തായ ജന്മമാണ് മനുഷ്യജന്മം. അവിടെ അത് പറ്റില്ല, ഇത് പറ്റില്ല, ആഗ്രഹമുള്ള സാധനങ്ങൾ കഴിക്കാൻ പറ്റാത്തൊരു സാഹചര്യം സൃഷ്ടിക്കുന്നത് പ്രകൃതിയല്ല, നമ്മുടെ വികൃതിയാണ്. നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന വികൃതി കാരണമാണ് നമ്മുടെ ശരീരം ഇങ്ങനെ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾക്കെല്ലാം നമ്മുടെ എത്ര കാലം വരെ, ചിലർ പറയും നമ്മുടെയൊക്കെ കാരണവന്മാരെ കാണുമ്പോൾ ഈ കാലഘട്ടത്തിലൊക്കെ എൻ്റെ ആരോഗ്യം എങ്ങനെയായിരിക്കും എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. ശരിയല്ലേ? അപ്പൊ ഓട്ടോമാറ്റിക്കലി അന്നും നിങ്ങൾക്ക് ഇതേപോലെ പയറുമണി പോലെ ഓടി നടക്കാനുള്ള ആരോഗ്യവും ഊർജ്ജസ്വലതയും വേണമെന്നുണ്ടെങ്കിൽ ചില നിയന്ത്രണങ്ങൾ നമ്മളിൽ തന്നെ കൊണ്ടുവരണം. അതൊരിക്കലും അടിച്ചേൽപ്പിക്കലല്ല, അത് ഭക്ഷണശീലത്തിൽ അത് തന്നെയാണ് കൊണ്ടുവരേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനും നമ്മൾ പറയുന്നത്, ആ നിയന്ത്രണമായതുകൊണ്ടാണോ രാവിലെ വെറും വയറ്റിൽ കഴിക്കണമെന്ന് പറയുന്നത്. അതൊരു കണ്ടീഷനാണ്. ആ കണ്ടീഷൻ വെച്ചാൽ ആ സമയത്ത് ഉപയോഗിക്കുമ്പോൾ കൂടുതൽ മൈക്രോബ്സിനെയും പ്രോബയോട്ടിക് ആയിട്ടുള്ള കോണ്ടന്റും കൂടി നമ്മുടെ ശരീരത്തിൽ വരും. യൂറിക് ആസിഡിനെ പ്രിവെന്റ് ചെയ്യാൻ സഹായിക്കും. യൂറിക് ആസിഡിൽ നിന്നും വിമുക്തി നേടാനും സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പൊ നമ്മുടെ ഡയറ്ററി സപ്ലിമെന്റ്സ് എല്ലാം തന്നെ ഒരു സൊല്യൂഷൻ ഓറിയന്റഡുമാണ്, പ്രിവെൻഷൻ ഓറിയന്റഡുമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. സൊല്യൂഷൻ ഓറിയന്റഡുമാണ്, പ്രിവെൻഷൻ ഓറിയന്റഡാണ്. വരാതിരിക്കാനും സഹായിക്കുന്നുണ്ട്, വന്നു കഴിഞ്ഞാൽ അതിനൊരു സൊല്യൂഷൻ എടുക്കാനും ഇത് സഹായിക്കുന്നുണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വീടുകളിൽ ഇപ്പൊ എല്ലാ ആളുകൾക്കും ഉപയോഗിക്കാവുന്ന ഒരു കാര്യമാണ് യൂക്കോമിക്സ്. എനിക്ക് യൂറിക് ആസിഡ് ഇല്ല, എനിക്ക് ഇങ്ങനെ പ്രശ്നമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട, നിങ്ങൾക്ക് ഉപയോഗിക്കാം. കാരണം എന്താ, നിങ്ങൾ യൂറിൻ പിടിച്ചു വെക്കുന്നുണ്ട്, നിങ്ങൾ മൂത്രം ഒഴിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിയുന്ന സമയത്ത് നിങ്ങൾ ഇന്നർ വെയറിൽ നനവ് വരുന്നുണ്ടോ, ഡ്രോപ്പ് ആയിട്ട് വരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് യൂറിനറി ട്രാക്ട് ഡിസോർഡറിന്റെ തുടക്കമാണ്. ആ തുടക്കം നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്താൽ അത് വലിയൊരു പ്രശ്നമാകാതെ ഇരിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ യൂക്കോമിക്സ് കഴിച്ചു തുടങ്ങാം. ഇറ്റ്സ് എ പ്യൂർലി എ ഡയറ്ററി സപ്ലിമെന്റ്. ക്ലിയർ ആയോ? ക്ലിയർ ആയെങ്കിൽ ഒന്ന് എസ് ഇട്ടെ. കേളോ, നിങ്ങൾ ഇന്ററാക്ട് ചെയ്യുന്നവർ വളരെ വീക്കാണ് കേട്ടോ.
കുറച്ച് ഫാസ്റ്റ് ആയിട്ട് തരണം, നല്ല അടുത്ത പ്രൊഡക്റ്റ് ഒക്കെ എനിക്ക് പറയാൻ കൂടുതൽ ഊർജ്ജസ്വലത കിട്ടില്ല. എന്നെ ഒന്നും നിങ്ങൾ ഇൻസ്പയർ ചെയ്യിക്കണ്ടേ. മനസ്സിലായെങ്കിൽ മനസ്സിലായി, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷമാണ്. കാരണം അത് പഠിപ്പിച്ചാൽ എനിക്ക് താല്പര്യമാണ്. 10 വർഷം ഞാനും അധ്യാപകനായിരുന്നു. ഓക്കെ, വെരി ഗുഡ്. 2-3 പേരാണ് മറുപടി തന്നത്, ബാക്കിയുള്ളവരൊന്നും ആൻസർ വന്നില്ല. എനിവേ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് അടുത്ത പ്രൊഡക്റ്റിലേക്ക് പോകാം. നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്, നമുക്ക് കേട്ടിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്, നിങ്ങൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഒരു പക്ഷേ നിങ്ങൾ വിചാരിക്കില്ല ഈ പ്രൊഡക്റ്റിന് എത്രമാത്രം ഗുണമുണ്ടോ എന്നുള്ളത്. നമ്മുടെ ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കിയാൽ അറിയാം. ഇപ്പം നിങ്ങൾ ലൈസൻസ് ഒക്കെ നോക്കിയാൽ ലൈസൻസിലൊക്കെ ന്യൂട്രാസ്യൂട്ടിക്കൽ മാനുഫാക്ചറിംഗ് ഉണ്ട്, റീപാക്കറും ഉണ്ട്. ആ ലൈസൻസ് തന്നെ മാനുഫാക്ചറിംഗ് ഉണ്ട്, റീപാക്കർ ഉണ്ട്. റീപാക്കർ എന്ന് ഉദ്ദേശിച്ചാൽ നമ്മളൊരു കോമ്പിനേഷൻ സെറ്റ് ചെയ്തിട്ട് അത് നമ്മൾ തന്നെ ലൈസൻസ് ഉണ്ടാകും. ചിലപ്പം അതിന്റെ പ്രോസസ്സ് നേരെ റീപാക്ക് ചെയ്ത് വരുന്നുണ്ടാവും. പക്ഷേ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. അഫ്ഗാനിൽ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ഒരു പ്രൊഡക്റ്റാണ് സാഫ്രോൺ, കുങ്കുമപ്പൂ. അല്ലെ, എന്തിനാ കുങ്കുമപ്പൂ ഉപയോഗിക്കുക? നിറം വെക്കാൻ, അല്ലെ, വെളുക്കാൻ. ഇത് കുങ്കുമപ്പൂ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്? പ്രഗ്നന്റ് ആവുന്ന സമയത്ത് കൊടുക്കാൻ, അല്ലെ? അതാണല്ലോ നിങ്ങളുടെ ധാരണ. എന്നാൽ കുങ്കുമപ്പൂവിന് അത് മാത്രമല്ല കഴിവുള്ളത്. കുങ്കുമപ്പൂ ഇന്ന് ആമസോണിൽ കിട്ടുന്നതിനേക്കാൾ ലോ കോസ്റ്റ് പ്രൈസിൽ നമ്മുടെ ഓക്സിയിൽ അവൈലബിൾ ആണ്. കുങ്കുമപ്പൂവിന് 1 ഗ്രാമിന് അഫ്ഗാൻ, അതായത് ലോകത്തിലെ കുങ്കുമപ്പൂകൾ പല കാറ്റഗറിയിൽ ഉണ്ടെങ്കിലും കാശ്മീരി കുങ്കുമപ്പൂവും അഫ്ഗാനി കുങ്കുമപ്പൂവും, ഈ 2 തരം കുങ്കുമപ്പൂകളാണ് മാർക്കറ്റിൽ ലീഡിംഗ് ആയി നിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും മികച്ച കുങ്കുമപ്പൂവിൽ ഒന്നാണ് അഫ്ഗാനി കുങ്കുമപ്പൂ. കാശ്മീരിനേക്കാൾ കൂടുതൽ വേൾഡ് മാർക്കറ്റിലും ഏറ്റവും കൂടുതൽ കോമ്പിനേഷൻ ഡിസൈൻ ചെയ്യാനും ഉപയോഗിക്കുന്ന കുങ്കുമപ്പൂവാണ് അഫ്ഗാനി കുങ്കുമപ്പൂ. ഈ അഫ്ഗാനി കുങ്കുമപ്പൂവിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നമ്മളൊന്ന് കേട്ട് കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്കത് വളരെയധികം വ്യത്യസ്തമായി തോന്നാം. കാരണം ഇതിനകത്ത് കുങ്കുമപ്പൂവിൽ ഒരുപാട് ആന്റി ഓക്സിഡൻസ് ഉണ്ട്. ഈ ആന്റി ഓക്സിഡൻസ് പറഞ്ഞാൽ നമ്മുടെ സെല്ലുകളുടെ റീഗ്രോത്ത് വരുന്ന സമയത്ത് ഫ്രീ റാഡിക്കൽസ്, അതായത് നമ്മളെ ഓരോ സെൽ ജനറേഷൻ ചെയ്യുമ്പോൾ അനാവശ്യമായിട്ട് ചില കുരുത്തം കെട്ട സെല്ലുകൾ ഉണ്ടാവും. ഇവരെയൊക്കെ കൃത്യമായിട്ടും ഇവർ ഫോർമേഷൻ ചെയ്തിട്ടാണ് ക്യാൻസർ ഫോർമേഷനിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ആ ഫ്രീ റാഡിക്കൽസിനെ എന്താ പറയുന്നത്, കൃത്യമായിട്ടും ആന്റി ഓക്സിഡന്റ് ആയിട്ട് ഇത് പ്രവർത്തിച്ചുകൊണ്ട്, സാഫ്രോൺ ആന്റി ഓക്സിഡന്റ് ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ട് വളരെ പെർഫെക്റ്റ് ആയിട്ട് ഇതുപോലത്തെ പ്രശ്നങ്ങൾക്ക് പരിഗണിക്കും. അപ്പോൾ അതൊരു ക്യാൻസർ പ്രിവെന്റീവ് ആണ് സാഫ്രോൺ. ഇത് നിങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടത് എന്നുണ്ടെങ്കിൽ ഒന്ന് എസ് ഇട്ടെ. അതായത് ഒരു ക്യാൻസറിനെ പ്രിവെന്റ് ചെയ്യാൻ സാഫ്രോൺ കൊണ്ട് പറ്റുമെന്ന് ആദ്യമായിട്ടാണ് നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് എസ് ഇട്ടെ. ഗ്രൂപ്പ് ചാറ്റ് ഓപ്പൺ ആണല്ലോ, അല്ലേ? ഗ്രൂപ്പ് ചാറ്റ് ഓപ്പൺ ആണ്. ഓരോ പറയുന്നത് ഗ്രൂപ്പ് ചാറ്റ് ഓപ്പൺ അല്ല, അതാണെന്നാണ്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നോട്ട് ചെയ്ത് വെച്ചോളൂ. സാഫ്രോൺ ആന്റി ക്യാൻസറസ് ആണ്. ഇത് ക്യാൻസറിനെതിരെ പ്രതിരോധിക്കാൻ ശേഷിക്കുന്നത്, അതായത് ക്യാൻസറിൽ ആന്റി ഓക്സിഡൻസ് ഹൈ ലെവലുണ്ട്. ഫ്രീ റാഡിക്കൽസിനെ ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റും. ഫ്രീ റാഡിക്കൽസ് മൂലം ഉണ്ടാകുന്ന ഡാമേജിനെ കൃത്യമായിട്ട് ഇതാക്കാൻ പറ്റും. ക്രോണിക്, അതായത് ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളെ പ്രിവെന്റ് ചെയ്യാനും, അത് വന്നാൽ അതിനൊരു സൊല്യൂഷൻ, അതായത് 44 തരം ക്യാൻസറുകൾ തുടക്കത്തിൽ കണ്ടെത്തിക്കഴിഞ്ഞാൽ പരിപൂർണമായിട്ടും ഭേദമാക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ ആണെങ്കിൽ പോലും ഇതിനെ കൃത്യമായിട്ടും ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഉൽപ്പന്നമാണ് സാഫ്രോൺ, കുങ്കുമപ്പൂവ്. ഓക്കെ, പിന്നെ ടെസ്റ്റ് ട്യൂബ് സ്റ്റഡിയിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, വളരെ നന്നായിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ കോളൻ ക്യാൻസർ, അതായത് ടെസ്റ്റ് ട്യൂബ് സ്റ്റഡീസ് പ്രകാരം സാഫ്രോൺ അതിന്റെ കോമ്പൗണ്ടും കോളം ക്യാൻസറുകളെ ഇല്ലാണ്ടാക്കുകയും അതിന്റെ വളർച്ചയെ പ്രതിരോധിക്കുകയും അതോടൊപ്പം തന്നെ പുതിയ ആരോഗ്യപൂർണമായ സെല്ലിന്റെ വളർച്ചയ്ക്കും പ്രദാനം ചെയ്യുന്നു എന്നതാണ് സാഫ്രോണിനെ കുറിച്ചുള്ള 2ാമത്തെ സ്റ്റഡി. 3ാമത്തെ സ്റ്റഡി, അതായത് ഈ കോളം ക്യാൻസർ പോലെ ഉണ്ടാകുന്ന ഫ്രീ റാഡിക്കൽസിന്റെ ഇതുപോലത്തെ പ്രശ്നങ്ങളെ പ്രിവെന്റ് ചെയ്യുന്നത് കൊണ്ട് സ്കിൻ, ബോൺ മാരോ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം, മജ്ജ, പ്രോസ്ട്രേറ്റ്, ലങ്, ബ്രസ്റ്റ്, സെർവിക്ക് ആൻഡ് അതേപോലെ തന്നെയുള്ള മറ്റു സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന ക്യാൻസർ സെല്ലുകളുടെ ഗ്രോത്തിനെ പ്രിവെന്റ് ചെയ്യാൻ സഹായിക്കും. ആര് സഹായിക്കും? സാഫ്രോൺ. അതേപോലെ തന്നെ ഇതിനകത്ത് ക്രോസിൻ എന്ന് പറയുന്ന ഒരു ഘടകമുണ്ട്. ഈ ക്രോസിൻ എന്ന് പറയുന്ന ഘടകമാണ് ശരിക്കും പറഞ്ഞാല് ഈ സാഫ്രോണിലുള്ള പിഗ്മെന്റ്സ് പറഞ്ഞാൽ, സാഫ്രോൺ നമ്മളെ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ആ വെള്ളത്തിന്റെ നിറം മാറും. ആ പിഗ്മെന്റേഷൻ വരുന്നത് ഈ ക്രോസിൻ എന്ന് പറയുന്ന ഈ ഒരു ഘടകത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇതൊരു ആന്റി ഓക്സിഡന്റ് ആണ്. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ക്രോസിൻ, CROCIN എന്ന് പറയുന്ന ആ ആന്റി ഓക്സിഡന്റ് ആണ്.
ഇതിനകത്ത് സാഫ്രോണിലെ ഏറ്റവും മികച്ച ഒരു ആന്റി ഓക്സിഡന്റ് ആയിട്ടുള്ള നിൽക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ എന്താണ്, ശരിക്കും കീമോതെറാപ്പി പോലെ ആക്ഷൻ ചെയ്യുന്നു എന്നൊക്കെയാണ് ഫൈൻഡിങ്സ് വരുന്നത്. അത് ടെസ്റ്റ് ഫൈൻഡിങ്സ് ഒക്കെയാണ് വരുന്നത്. ഓക്കെ, ദെൻ വളരെ നല്ല രീതിയിലേക്ക് ആന്റി ക്യാൻസറസ് ആയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ഉൽപ്പന്നമാണ് സാഫ്രോൺ. എന്നാൽ കഴിഞ്ഞോ? സാഫ്രോൺ കൊണ്ട് മാത്രം അത് കഴിഞ്ഞോ? നമ്മൾ പലരും ഗൾഫിൽ നിന്ന് സാധനം കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് ഇതിന്റെ വില അറിയില്ല. നമ്മൾ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് അത് ഉപയോഗിച്ചിട്ടുള്ള ശീലമായിട്ടാണ് കണ്ടത്. പക്ഷെ ഇതിന്റെ ഗുണമാണ് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഇനി അടുത്ത ഗുണം എന്താ? PMS സിംറ്റംസ്, അതായത് പ്രീ മെനസ്ട്രൽ സിൻഡ്രം. ലേഡീസിന് വരുന്ന സാധനമാണ് PMS. അതായത് ശരിക്കും പറഞ്ഞാൽ വൈകാരികമായിട്ടുള്ളത് അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ആയിട്ടുള്ള സിംറ്റംസ് ഉണ്ടാകും ഈ മെനസ്ട്രേഷൻ പീരീഡിൽ വരുന്ന. ദേഷ്യം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മൂകത, അല്ലെങ്കിൽ ഡിപ്രഷൻ, അല്ലെങ്കിൽ ആരോടും മിണ്ടാതിരിക്കുക, അങ്ങനെ വരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. പ്രീ മെനസ്ട്രൽ സിൻഡ്രം, PMS. ഇതിനെതിരെ പ്രതിരോധിക്കാൻ സഹായിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ PMS സിംറ്റംസിനെ നന്നായിട്ട് ക്യൂർ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അതായത് 20 മുതൽ 45 വയസ്സ് വരെ ഉള്ള പ്രായത്തിലുള്ള ആളുകളാണെങ്കിൽ ഒരു 30 ഗ്രാം സാഫ്രോൺ ഡെയിലി പിന്നെ എന്താ പറയുന്നത് കൃത്യമായിട്ടും ഉപയോഗിക്കുകയാണെങ്കിൽ അതൊരു പ്ലെസീബോ എഫക്റ്റ് ആയിട്ട്, തലവേദന, ഇറിറ്റബിലിറ്റി, ക്രാവിങ് എന്ന് പറഞ്ഞാൽ വേദന കൊണ്ട് പൊളയുന്ന സാഹചര്യമൊക്കെ, പെയിൻ ഒക്കെ ഇല്ലാണ്ടാക്കാൻ പറ്റും. അപ്പൊ ഇതിന് സഹായിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് സാഫ്രോൺ. അത് 30 ഗ്രാം, അത് 20 മുതൽ 45 വയസ്സ് വരെയുള്ള സ്ത്രീകളിൽ ആണ് ഇതിനകത്തുള്ള റിസൾട്ട് കൂടുതലായിട്ട് എടുക്കാൻ, മീൻസ് ടെസ്റ്റുകളിൽ ആ ഏജുകളിലാണ് കൂടുതലായിട്ട് പരീക്ഷണം നടത്തി ഇതിനകത്ത് റിസൾട്ട് എടുത്തിരിക്കുന്നത്. പിന്നെ സ്മെല്ലിങ് അത് ഭയങ്കര അത്ഭുതമായിട്ടുള്ള കാര്യമാണ്. അതായത് സാഫ്രോൺ മറ്റൊരു പഠനം പറയുന്നത് എന്താ വെച്ചാൽ സാഫ്രോൺ മണക്കുക 20 മിനിറ്റ്. മനസ്സിലായോ? സാഫ്രോൺ മണക്കുക, നേരത്തെ കഴിക്കുന്ന കുറിച്ചാണ് പറഞ്ഞത്. സാഫ്രോൺ എടുത്തിട്ട് ഒരു 20 മിനിറ്റ് അതിന്റെ സ്മെല്ല് മണത്താൽ പോലും ചില തരത്തിലുള്ള പ്രീ മെനസ്ട്രൽ സിൻഡ്രത്തിനെ ഇല്ലാണ്ടാക്കാൻ കഴിയുന്നു. അപ്പൊ സാഫ്രോണിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാ അല്ലേ? സാഫ്രോണിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. വെറുതെ, അതായത് സ്മെല്ല് ചെയ്ത 20 മിനിറ്റ് സാഫ്രോൺ, അതായത് കൃത്യമായിട്ട് അതിനെ സ്മെല്ല് ചെയ്താൽ, ഞാൻ ഇത് ലേഡീസിനാണ് കേട്ടോ PMS സിൻഡ്രം ഉള്ളത്, പ്രീ മെനസ്ട്രൽ സിൻഡ്രം. അപ്പം ആങ്സൈറ്റി, അതേപോലെ തന്നെ സ്ട്രെസ്, ഹോർമോൺ കോർട്ടിസോൾ എന്ന് പറഞ്ഞാൽ വലിയ തരത്തിലുണ്ടാകുന്ന എന്താ പറയുക നെഗറ്റീവ് ഹോർമോൺസിനെയൊക്കെ ഒരു പരിധി വരെ അതിന്റെ ഗ്രോത്തിനെ പ്രിവെന്റ് ചെയ്യാൻ അത് സ്മെല്ല് 20 മിനിറ്റ്സ് കണ്ടിന്യൂസ് ആയിട്ട് സ്മെല്ല് ചെയ്താൽ പോലും ഇതിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നു. പിന്നെ അടുത്തത് കഴിഞ്ഞോ? ഇല്ല. സാഫ്രോണിന്റെ അടുത്ത ഗുണം എന്താ? സാഫ്രോൺ ഹെൽപ്പ് ടു റിഡ്യൂസ് ദ അപ്പറ്റൈറ്റ്സ്. അതായത് അപ്പറ്റൈറ്റ് എന്ന ദഹന വ്യവസ്ഥയെ കൂടുതൽ ശക്തിപ്പെടുത്താൻ സാഫ്രോൺ സഹായിക്കും. അതായത് ശരിക്കും പറഞ്ഞാൽ എന്താണ്, നല്ല വണ്ണം വെക്കുന്നുണ്ടെങ്കിൽ വണ്ണം കുറയ്ക്കാൻ, അല്ല തടി കുറയ്ക്കാനൊക്കെ സഹായിക്കാൻ പറ്റുന്ന ഒരു വലിയൊരു ആന്റി ഓക്സിഡന്റ് ശ്രേണി സാഫ്രോണിലുണ്ട്. അതായത് നിങ്ങളെ എന്താ പറയാ ദഹന വ്യവസ്ഥയെ കൂടുതൽ ശക്തിപ്പെടുത്താം. ഓക്കെ, അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിലേക്ക് ഈ സാഫ്രോണിന്റെ ഉപയോഗം ഒരു പ്ലെസീബോ എഫക്റ്റ് എന്നതാണ് ഇതിനകത്ത് പറയുന്നത്. പ്ലെസീബോ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ പൊതുവെ പറയുന്ന ഒരു സിദ്ധാന്തങ്ങളിൽ ഒന്നാണ്. അതായത് റിസൾട്ട് ഭയങ്കരമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന, ഇപ്പൊ നമുക്കറിയാം ഹോമിയോപ്പതിയിൽ ഷുഗർ ക്യാൻഡീസ് ആണ് ഉപയോഗിക്കുക. ആ ഷുഗർ ക്യാൻഡീസിലാണ് പല കോമ്പിനേഷൻ ചെയ്യുക. ഇപ്പൊ ഷുഗർ ക്യാൻഡി എന്ന് പറഞ്ഞാൽ അതിന്റെ പേര് പ്ലസീബോ എന്നാണ്. പക്ഷെ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഓരോ കുപ്പിച്ചില്ലായിട്ടുള്ള ബോട്ടിലുകളിലും തരുമ്പോൾ ഷുഗർ ക്യാൻഡിയാണ്. പക്ഷെ ഓരോന്നിനും ഓരോ തരത്തിലുള്ള കോമ്പിനേഷനാണ് അതിനകത്ത് ആഡ് ചെയ്യുന്നത്. അപ്പം ഓട്ടോമാറ്റിക്കലി അതേപോലെ തന്നെ ഇത് നമ്മളൊരു ഡ്രിങ്ക് ആക്കിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ട്, ഇപ്പോൾ തലേ ദിവസം രാത്രി വെള്ളത്തിലിട്ട് വെച്ചു, രാവിലെ എഴുന്നേറ്റിട്ട് ആ വെള്ളം നമ്മൾ കുടിക്കുന്നത് അതിയായിട്ടുള്ള ഒരു പ്ലെസീബോ സിദ്ധാന്തം, വളരെയധികം പവർഫുൾ ആയ ഒരു ആന്റി ഓക്സിഡന്റ് ഡ്രിങ്കും കൂടിയാണ് സാഫ്രോണിന്റെ. ഓക്കെ, പിന്നെ സാഫ്രോണിന്റെ അതേപോലെ തന്നെ ബോഡി മാസ് ഇൻഡെക്സ്, BMS വെയിറ്റ്, അതേപോലെ ഉണ്ടാകുന്ന ഫാറ്റ് മാസ് തുടങ്ങിയവയൊക്കെ കൺട്രോൾ ചെയ്യാൻ ഈ സാഫ്രോൺ കൊണ്ട് കഴിയുന്നു എന്നാണ് എന്താ പറയുക പല എക്സ്പെരിമെന്റുകളും പറയുന്നിരിക്കുന്നത്. ഓക്കെ, പിന്നെ മറ്റൊന്ന്, ഇപ്പൊ ഞാൻ 3 കാര്യം പറഞ്ഞു. 1 ക്യാൻസർ, 2 PMS, 3 ഹെപ്പറ്റൈറ്റിസ്, 4-മത്തത് ഇത് അൾഷിമേഷ്യസിനെ പ്രിവെന്റ് ചെയ്യുന്നു. ഏത്? സാഫ്രോൺ അൾഷിമേഷ്യസിനെ പ്രിവെന്റ് ചെയ്യുന്നു. ഓക്കെ, ദെൻ ആന്റി ഡിപ്രസന്റ് ആണ്. അതേപോലെ തന്നെ എന്താണ് ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ ലിബിഡോ എന്ന് പറഞ്ഞാൽ ബോഡി മാസ്,
സ്റ്റാമിന ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് സാഫ്രോൺ. നമ്മുടെ സ്റ്റാമിന ഇംപ്രൂവ് ചെയ്യാൻ, അതായത് ഒരുപാട് തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് ഡെയിലി ഒരു 4 ആഴ്ച ഒരു 30 ഗ്രാം വെച്ചിട്ട് ഒരു 4 വീക്ക് കണ്ടിന്യൂസ് ആയിട്ട് സാഫ്രോൺ ഉപയോഗിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അയാളുടെ ഇറക്ടൈൽ ഫങ്ഷൻ ആയാലും ശരി, അതേപോലെ ഉണ്ടാകുന്ന അദ്ദേഹത്തിന്റെ ലിബിഡോ ഇതായാൽ പോലും വളരെയധികം അതേപോലെ ഡിസ്ഫങ്ഷൻ ആയാലും ഇതിനൊക്കെ പരിപൂർണമായിട്ടൊരു പരിഹാരം ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് സാഫ്രോണിൽ. ഓക്കെ, അപ്പം സ്വാഭാവികമായിട്ടും വളരെ വളരെ നല്ല രീതിയിൽ, അതായത് ഇപ്പം ശരിക്കും പറഞ്ഞാൽ സെമൻ കൗണ്ട് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റും കൂടിയാണ് സാഫ്രോൺ. പക്ഷെ ഇതൊരു കോമ്പിനേഷൻ ആയിട്ടാണ് പോകേണ്ടത്. അതുകൊണ്ടാണ് പറയുന്നത് കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കോമ്പിനേഷൻ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്തിന്റെ കൃത്യമായിട്ടുള്ള സ്റ്റഡീസ് പ്രകാരം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപാട് തരത്തിൽ തന്നെ നല്ല രീതിയിൽ യൂസ് ചെയ്യാവുന്ന ഒരു, അതായത് കുട്ടികൾക്ക് ഉൾപ്പെടെ നല്ല രീതിയിൽ ഉപയോഗിക്കാവുന്ന ഒരു പ്രൊഡക്റ്റാണ് സാഫ്രോൺ. സാഫ്രോണിനെ കുറിച്ചിട്ട് സാഫ്രോൺ ഇങ്ങനെയൊക്കെ ഗുണങ്ങളുണ്ടെന്ന് നിങ്ങൾ നേരത്തെ കേട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ യെസ്, ഇല്ലെങ്കിൽ യെൻ. ഹലോ, സാഫ്രോൺ ഇങ്ങനെയൊക്കെ ഗുണങ്ങളുള്ളത് നിങ്ങൾ നേരത്തെ കേട്ടിട്ടുണ്ടോ? അപ്പൊ സാഫ്രോൺ ഇങ്ങനെയൊക്കെ ഗുണങ്ങളുണ്ട്. നമ്മളെ കയ്യിലും സാഫ്രോൺ നമുക്ക് ഉണ്ട്. 10 ഗ്രാമിന്റെ അവൈലബിൾ ആണ് സാഫ്രോൺസ്. അപ്പൊ സാഫ്രോൺ നിങ്ങൾക്ക് ഡെയിലി സാഫ്രോൺ എങ്ങനെ കഴിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മെത്തേഡാണുള്ളത്. നമ്മൾ ഒരു അഡൽട്ടിലേക്ക് കഴിക്കാനുള്ള മെത്തേഡ് പറഞ്ഞാൽ, പാൽ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ തലേ ദിവസം രാത്രി ഒരു 3 ഹെയർ, അതായത് 3 നാര് സാഫ്രോൺ എടുത്തിട്ട് രാത്രി എടുത്ത് ആ വെള്ളത്തിൽ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക, അതിനകത്തേക്ക് ഇടുക, അടച്ചു വെക്കുക. രാവിലെ ആകുമ്പോഴേക്കും നല്ല കളറിലായിട്ട് ആ വെള്ളം മാറിയിട്ടുണ്ടാകും. എന്നിട്ട് ആ വെള്ളം കുടിക്കുക. ആ ഹെയർ അടക്കം, അതായത് കുങ്കുമപ്പൂവിന്റെ നാരടക്കം കഴിച്ചതുകൊണ്ട് ഒരു കുഴപ്പമില്ല, കഴിക്കുക. ഇത് റെഗുലർ ആയിട്ട് നമുക്ക് കഴിക്കുകയാണെങ്കിൽ നല്ലൊരു ആന്റി ഓക്സിഡന്റ് ഡ്രിങ്ക് ആണത്. നല്ലൊരു ആന്റി ഓക്സിഡന്റ് ഡ്രിങ്ക് എന്ന് മാത്രമല്ല, ഇതിന്റെ ഗുണങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതേപോലെ കഴിക്കാം. ഇനി കുട്ടികളിലാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നല്ല ചൂട് പാലിൽ 1 മണിക്കൂർ 1.5 മണിക്കൂർ ഇട്ട് വെക്കുക. 1.5 മണിക്കൂറൊന്നും അതിനകത്തുള്ള ഫ്രാഗ്രൻസ് ഒന്നും ഇതിനകത്ത് കാണിച്ചാൽ അതിനകത്തുള്ള എന്താ പറയുക, ക്യാൻസറസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആന്റി ഓക്സിഡന്റ് ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള അതിന്റെ ആന്റി ഓക്സിഡന്റ് ആയിട്ടുള്ള ക്രോസിന് പോലത്തെ സാധനം എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ ടൈം എടുക്കും. അപ്പോൾ ചൂടുപാലിൽ ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ ഓട്ടോമാറ്റിക്കലി അങ്ങനെ കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ ഉപയോഗിക്കാവുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഏറ്റവും നല്ലൊരു ഫുഡ് സപ്ലിമെന്റ്. സാഫ്രോൺ എന്ന് പറയുന്നത് ഓക്സിജനോ കൊണ്ടുവരുന്ന പ്രൊഡക്റ്റ് ഒന്നല്ലല്ലോ. ഇവിടെ നിങ്ങൾക്ക് കാലാകാലങ്ങളായിട്ട് ഗൾഫിൽ നിന്ന് കണ്ടമാനം വരുന്ന ആൾക്കാർ പാക്കറ്റ് ടെമ്പിളും സാഫ്രോൺ കയ്യിലുണ്ട്. പക്ഷേ സാഫ്രോണുകളിൽ ഏറ്റവും മികച്ച സാഫ്രോൺ എന്ന് പറയുന്നത് എന്താ പറയുന്നത്, അഫ്ഗാൻ സാഫ്രോൺ. അഫ്ഗാൻ സാഫ്രോൺ ഡയറക്റ്റ് അവേ ഓക്സിജനോ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്സിജനോ ഡയറക്റ്റ് അഫ്ഗാനിൽ നിന്നും പ്യുവർ സാഫ്രോൺസ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ കോമ്പിനേഷൻസിന് വേണ്ടിയിട്ടാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ പ്രൊഡക്റ്റുകൾക്ക് വേണ്ടിയിട്ട് സാഫ്രോണിന്റെ ആവശ്യങ്ങളുണ്ട്. നമ്മൾ പല റിസർച്ചുകൾ നടത്തുമ്പോൾ നമ്മളെ പുതിയ പ്രൊഡക്റ്റുകൾക്കൊക്കെ സാഫ്രോൺ വേണം. അതിന്റെ കോമ്പിനേഷൻ മസ്റ്റാണ്. അപ്പം നമ്മുടെ പ്രൊഡക്റ്റ് കോമ്പിനേഷനോടൊപ്പം തന്നെ സാഫ്രോണും കൊടുക്കാം. ഒരു ബോട്ടിൽസ് 10 ഗ്രാമിന്റെ ബോട്ടിൽസ് ആയിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച 2 പ്രൊഡക്റ്റ് ആണ് സാഫ്രോണും യൂക്കോമിക്സും. ഇത് രണ്ടും ക്ലിയർ ആയി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായെങ്കിൽ ഒന്ന് വൈകിട്ടെ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ആമസോണിലൊക്കെ പറയുന്ന പ്രൈസിനേക്കാളും താഴ്ന്ന വിലയിൽ ഓക്സിയിൽ സാഫ്രോൺ, നമ്മൾ എക്സ്പെരിമെന്റിനും നമുക്ക് പ്രൊഡക്റ്റ് കോമ്പിനേഷൻ കൊണ്ടുവരുന്ന സെയിം സാഫ്രോൺ, അഫ്ഗാനി സാഫ്രോൺ നിങ്ങൾക്ക് 10 ഗ്രാംസ് ആമസോണിൽ കിട്ടുന്നതിനേക്കാളും വില കുറവിൽ PV ഉൾപ്പെടെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അത് നിങ്ങൾക്ക് സാഫ്രോണും വാങ്ങിക്കാം പ്രൊഡക്റ്റിൻ്റെ അകത്തുള്ള ശ്രേണിയിൽ. ഓക്കെ, സോ നമുക്ക് കുറേ നല്ല ഒരുപാട് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇനിയും നമുക്ക് പ്രൊഡക്റ്റിൻ്റെ ഒരു റിഫോർമേഷൻ, നമുക്ക് എല്ലാ പ്രൊഡക്റ്റുകളും കൃത്യമായിട്ടും ഒന്ന് കവർ ചെയ്ത് പോകാം. ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഡൗട്ടുകളൊക്കെ ചോദിക്കാം. അപ്പം അത് വെച്ചുകൊണ്ട് നമുക്ക് ഇനിയും ക്ലിയർ ആവാത്ത പ്രൊഡക്റ്റുകൾ ഉണ്ടെങ്കിൽ, മനസ്സിലാകണം എന്ന് ആഗ്രഹിക്കുന്ന പ്രൊഡക്റ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പ്രൊഡക്റ്റൊക്കെ സംസാരിക്കാം, മനസ്സിലാക്കാം, ക്ലിയർ ആക്കിയെടുക്കാം. അപ്പം വളരെ പെർഫെക്റ്റ് ആയിട്ടൊരു നോളജ് ഉണ്ടായതുകൊണ്ട്, അറിവുണ്ടായതുകൊണ്ട് കാര്യമില്ല, തിരിച്ചറിവ് ഉണ്ടാവണം. വിസ്ഡം, നോളജിനേക്കാൾ ഉപരിയായിട്ട് വിസ്ഡം, ഓരോ സാധനം എപ്പോൾ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്ന്. ഇപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ ബ്രേക്ക് ചവിട്ടണം എന്നറിയാം. മുന്നിൽ ഒരാൾ ചാടിയപ്പോൾ ചവിട്ടാൻ പറ്റിയില്ല, അതിനകത്ത് നോളജ് ഉണ്ടായതുകൊണ്ട് കാര്യമില്ലല്ലോ, അല്ലേ? വണ്ടി ഓടിക്കുമ്പോൾ ബ്രേക്ക് ചവിട്ടണം എന്നറിയാം,
പക്ഷെ ഒരാൾ പെട്ടെന്ന് വട്ടം ചാടി മുന്നിൽ വന്നു, അപ്പൊ സഡൻ ആയിട്ട് ബ്രേക്ക് ചവിട്ടണമെങ്കിൽ ആ ബ്രെയിനിൽ നിന്ന് ആ സമയത്ത് ആ റെസ്പോണ്ട് പോകണം. അതിന് വിസ്ഡം എന്നാ പറയാ. ആ റെസ്പോണ്ട് പോയില്ല, എനിക്ക് ബ്രേക്ക് ചവിട്ടാൻ അറിയായിരുന്നു പക്ഷെ ആളെ ഇടിച്ചു, ആള് തീർന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അപ്പൊ നമ്മൾ നോളജ് ഉണ്ടാവണം, അതോടൊപ്പം തന്നെ വിസ്ഡം ഉണ്ടാവണം, അറിവുണ്ടാവണം, അതോടൊപ്പം തന്നെ തിരിച്ചറിവ് ഉണ്ടാവണം. എങ്കിലാണ് നമുക്ക് ഈ മാർക്കറ്റിൽ വളരെ നല്ല രീതിയിൽ ഈ പ്രൊഡക്റ്റുകളെ കൂടുതൽ നല്ല രീതിയിൽ നമുക്ക് പരിചയപ്പെടുത്താനും നമ്മൾക്ക് നല്ല രീതിയിലേക്ക് ബിസിനസ് ഗ്രോത്ത് എടുക്കാനും പറ്റുകയുള്ളൂ. അപ്പം ഒരുപാട് നല്ല റിസൾട്ടുകൾ വരുന്നുണ്ട്. ഈ റിസൾട്ടുകളുടെ ശ്രേണിയിലേക്ക് നിങ്ങളുടെ ഈ അറിവ് അല്ലെങ്കിൽ നിങ്ങളുടെ തിരിച്ചറിവ് നന്നായിട്ട് ഉപയോഗിക്കട്ടെ, അല്ലെങ്കിൽ ഉപയോഗിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊള്ളുന്നു. അപ്പൊ താങ്ക് യു വെരി മച്ച്.